ജീവപരിണാമം, മതദൈവങ്ങളുടെ ശവപ്പറമ്പ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ ഭാഗത്ത്, ഈ വിഷയവും ഇതിനോട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലും നിങ്ങളുടെ ഭാഗത്തുള്ള ചോദ്യങ്ങൾ, സംവാദങ്ങൾ, ആർഗ്യുമെന്റ്സ് ഒക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ സജീവമായി പങ്കെടുക്കാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പരിണാമ സിദ്ധാന്തം ഡാർവിൻ അവതരിപ്പിക്കുന്നതിന് മുൻപ്, അങ്ങനെ അവതരിപ്പിക്കുന്നത് 1859 ഒരു പുസ്തക രൂപത്തിലൂടെ ആണ് ഡാർവിൻ അവതരിപ്പിക്കുന്നത്. അതിന് ഒരു വർഷം മുൻപ് ഡാർവിൻ കണ്ടെത്തിയതും ആൽഫ്രഡ് റസൽ വാലസ് കണ്ടെത്തിയതും കൂടി ചേർത്തുകൊണ്ട് ഒരു ശാസ്ത്രീയ പ്രബന്ധം എന്ന രീതിയിൽ ശാസ്ത്രജ്ഞരുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. പക്ഷേ ഒരു പുസ്തക രൂപേണ വരുന്നത് 1859 അങ്ങനെ വരുന്നതിന് മുൻപ് വരെ ലോകത്തെമ്പാടും കരുതിയിരുന്നത് ഈ ലോകത്തുള്ള ജീവജാലങ്ങളെല്ലാം മനുഷ്യനുൾപ്പെടെ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ്. ഓരോ ജീവജാലങ്ങളും ഇങ്ങനെ ദൈവം ഇരുന്ന് സൃഷ്ടിച്ചുണ്ടാക്കി എന്നാണ് കരുതിയിരുന്നത്. അപ്പോൾ ഡാർവിൻ ജീവജാലങ്ങളിൽ ഒരു ദൈവത്തിൻ്റെ സഹായമില്ലാതെ തന്നെ പരിണമിച്ചുണ്ടാവാം എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചതോടുകൂടി ഭൂമിയിൽ ജീവജാലങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതിനെ പറ്റിയിട്ട് മതങ്ങൾ പറഞ്ഞ കഥകളെല്ലാം തന്നെ വെള്ളത്തിലായിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതാണ് മതദൈവങ്ങളുടെ ശവപ്പറമ്പ് എന്നുള്ള ഒരു ടൈറ്റിൽ കൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ അല്ല, പരിണാമം ശരിയാവുന്നത് കൊണ്ട് ദൈവത്തിനും ആ ബസ്സിനകത്തൊരു സീറ്റുണ്ട് എന്ന് കരുതുന്നവരുണ്ടെങ്കിൽ അത് ഡിസ്കഷനുള്ളൊരു വകയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഈ ബാക്കി ജീവികളെ ഉണ്ടാക്കിയോ ഇല്ലയോ എന്നുള്ളതിനേക്കാളും മനുഷ്യനെ ദൈവമാണോ ഉണ്ടാക്കിയെന്നുള്ള ചോദ്യമാണല്ലോ ഏറ്റവും പ്രസക്തം. പല മത കഥകളിലും ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് വേണ്ടിയിട്ട് ആഹാരത്തിനായിട്ട് ജീവനുണ്ടാക്കി, അല്ലെങ്കിൽ ചെടികളെ ഉണ്ടാക്കി തുടങ്ങിയ കഥകളാണ്. അപ്പോൾ ഈ ചെളി കൊഴിച്ചുണ്ടാക്കി എന്നുള്ള സിദ്ധാന്തമുണ്ട്. ഇന്നത്തെ കാലത്താണ് എഴുതിയിരുന്നെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ 3D പ്രിൻ്റ് ചെയ്ത മനുഷ്യനുണ്ടാക്കുന്ന ഒരു ദൈവമായിരിക്കും ഉണ്ടാകുന്നത്. അതിനുശേഷം ഊതുക എന്നുള്ള പരിപാടിയായിരിക്കും. അപ്പോൾ ഈ ചെളി കൊണ്ടൊക്കെ ഉണ്ടാക്കാനുള്ളൊരു പ്രധാന കാരണം നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. അന്ന് കാലത്ത് മൺകലങ്ങളും പ്രതിമകളും അന്ന് അവർ കണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയിരുന്നത് ആ ഒരു രീതിയിലാണെന്നുള്ളതാണ്. ദൈവങ്ങളുടെ ഇപ്പോൾ ഹിന്ദുമതം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ദൈവങ്ങളുടെയൊക്കെ രൂപം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരു ആന്ത്രോപ്പോമോർഫിക് ദൈവങ്ങളാണ്. കണ്ണും മൂക്കും കാലും കിരീടവും കവചകുണ്ടലങ്ങളും അതുപോലെയുള്ള എല്ലാ ഐറ്റംസും ഉള്ള സാധാരണ ദൈവങ്ങളാണ്. അതുകൊണ്ടാണ് മതദൈവങ്ങൾ എന്നെടുത്ത് പറഞ്ഞത്. ഈ മതങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ദൈവങ്ങൾക്കൊക്കെ മനുഷ്യരൂപവും അതുപോലെയുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പരിണാമ സിദ്ധാന്തം, ഇന്ന് കാണുന്ന ജൈവ വൈവിധ്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് വിശദീകരിച്ച് തുടങ്ങിയതിന് ശേഷം ഈ പറഞ്ഞ മതകഥകൾക്കൊന്നും വലിയ വാലിഡിറ്റി ഇല്ല. ഏറ്റവും കൂടുതൽ ശക്തമായ മതത്തിൻ്റെ ഇടപെടലുകളും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മതം പേടിച്ചതുമായിട്ടുള്ളൊരു കാര്യമാണ് പരിണാമ സിദ്ധാന്തം എന്നുള്ളത്. ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പരിണാമത്തിൻ്റെ വീഡിയോകളുടെ താഴെയുള്ള കമൻറ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവർക്കൊക്കെ പേടിയാണ്, അവരുടെ ദൈവം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പറയാം, പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത് മതങ്ങളുടെ ഒരു മതദൈവങ്ങളുടെ ഒരു ശവപ്പറമ്പാണ്. അപ്പോൾ അല്ല ഇതെങ്ങനെ ഉണ്ടായി അതെങ്ങനെ ഉണ്ടായി എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ തോന്നുന്നു. പരിണാമത്തിൻ്റെ കാഴ്ചപ്പാട് ലോകത്തിന് ഞാൻ കാണുമ്പോൾ ജീവവർഗം ഉണ്ടാവുന്നു. ഏതൊരു ഘട്ടത്തിലാണ് മനുഷ്യനെന്നല്ല ഈ ജീവിവർഗത്തിൽ ലോജിക്ക് അല്ലെങ്കിൽ യുക്തിപൂർവമായി ചിന്തിക്കാനുള്ള കഴിവുണ്ടാവുന്നത്. ശേഷം ദൈവം ഉണ്ടാവുന്നു. ശേഷം നമ്മൾ വീണ്ടും യുക്തിയിലൂടെ നമ്മൾ ഇന്നൊരു തീരുമാനത്തിലെത്തുന്നു. ഈ വിഷയത്തിൽ, അതായത് അതിലൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഏത് ഘട്ടത്തിലായി പരിണാമത്തിൻ്റെ ഏത് ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും യുക്തിചിന്ത കയറി വന്നിട്ടുണ്ടാവുക? വളരെ വിശദമായി സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്ന ലോജിക് അല്ലെങ്കിൽ യുക്തിചിന്ത എന്നൊക്കെ പറയുന്ന കാര്യം അതുണ്ടായി വരണം എന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ഒരു മെമേലിയൻ ബ്രെയിൻ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ സസ്തനികൾ എന്ന് പറയുന്ന ജീവി വിഭാഗത്തിനെ എടുക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കുറച്ചുകൂടെ വികസിച്ച വളരെ ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള ഒരു മസ്തിഷ്കം കാണാൻ കഴിയുന്നത്. കാര്യം മസ്തിഷ്കം കൊണ്ടാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. ചിന്തയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ ജീവികളിലും അതിൻ്റേതായ അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ലോജിക്കുകൾ ഉണ്ടെങ്കിലും വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളിലോട്ടൊക്കെ വരുന്ന സമയത്ത്, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പല ജീവികൾക്കും തീ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ തീ കണ്ടാൽ ഓടിപ്പോവും. അതിനൊരു ബേസിക് അതിന് മുമ്പിലുള്ള എക്സ്പീരിയൻസ് എന്നുള്ളൊരു കാര്യമുണ്ട്. ഒരുപക്ഷെ മനുഷ്യനായിരിക്കാം തീയിൽ നിന്ന് പൊള്ളി കഴിഞ്ഞതിന് ശേഷവും അത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്താണ് തീ, എന്താണ്
എന്ത് വസ്തുക്കൾ കത്തിക്കുമ്പോൾ എങ്ങനെയാണ് അതൊരു ഫ്ലെയിം ആയിട്ട് മാറുന്നത്, എന്ത് തരം കെമിക്കൽ റിയാക്ഷനാണ്, ഇങ്ങനെ യുക്തിപരമായി ചിന്തിക്കാനുള്ള ഒരു കഴിവ് വേണമെന്നുണ്ടെങ്കിൽ മനുഷ്യന് ആദ്യം അത്യാവശ്യമായിട്ട് വേണ്ടത് മസ്തിഷ്കം എന്ന് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഒരു വികസിച്ച മസ്തിഷ്കമുള്ള ഒരു ജീവിയിൽ നിന്നായിരിക്കണം ഈ ലോജിക്കൽ തിങ്കിങ് ഒക്കെ തുടങ്ങിയെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഹോമോ എന്ന് പറഞ്ഞ ജീനസ് എന്തായാലും ചിന്താശേഷിയുള്ള അല്ലെങ്കിൽ മസ്തിഷ്കം വികസിക്കുന്നതിനനുസരിച്ചിട്ട് ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ബെറ്ററായി വന്ന ഒരു ജീവിയാണെന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു കാര്യം. നമ്മളുടെ തന്നെ ഈ പ്രോഗ്രാമിൻ്റെ ഇതിലൂടെ പ്രധാനമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മെസ്സേജാണ് ഇൻഡിവിജ്വൽ ഈസ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. എന്നാൽ പരിണാമത്തെക്കുറിച്ച് നോക്കുമ്പോൾ അവിടെ അതൊരു ഗ്രൂപ്പിലൂടെ ലോകം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നോക്കൂ, പരിണാമം അതായത് മനുഷ്യനോ അല്ലെങ്കിൽ മറ്റു ജീവികളെ തന്നെ റിഫൈൻഡ് ആവണമെങ്കിൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാവുകയും അതിൽ നിന്ന് വളരെ ഫേവറബിൾ ആയിട്ടുള്ളത് മാത്രം നിലനിൽക്കുകയും വേണം. അതൊരു കേൾക്കുമ്പോൾ മനുഷ്യത്വ വിരുദ്ധം എന്ന് തോന്നുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട്. അതായത് ഓരോ വ്യക്തിയെയും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുമ്പോൾ അത് മനുഷ്യകുലത്തിൻ്റെ മുന്നോട്ടുള്ള റിഫൈൻമെൻറ്റിനെ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് എന്നൊരു ആർഗ്യുമെന്റ് ഞാനിവിടെ വെക്കുകയാണെങ്കിൽ അതിനോട് എങ്ങനെ പ്രതികരിക്കും? ആ ചോദ്യത്തിന്റെ അവസാനം ഒന്നും കൂടെ പറഞ്ഞേ. എവല്യൂഷനിൽ റിഫൈൻമെന്റ് നടക്കുന്നത് എപ്പോഴെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കൊതുക് 1000 കുഞ്ഞുങ്ങൾ ഉണ്ടാക്കിയും അതിൽ 50 കുഞ്ഞുങ്ങൾ ഫേവറബിൾ ആയിട്ട് സർവൈവ് ചെയ്യുന്നു. ആ കുഞ്ഞുങ്ങൾ വീണ്ടും 1000 ഉണ്ടാക്കുന്ന ആ ഒരു പ്രോഗ്രഷനിലാണ് ജീവിവർഗങ്ങൾ റിഫൈൻ ചെയ്യപ്പെടുന്ന എവല്യൂഷനിൽ. നമ്മൾ ഇൻഡിവിജ്വൽ ഈസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയും ഒരു കുഞ്ഞിനെ ഉണ്ടാവുകയും ആ കുഞ്ഞിനെ നല്ല രീതിയിൽ വളർത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ എവല്യൂഷനിലെ മനുഷ്യകുലത്തിൻ്റെ റിഫൈൻമെൻറ്റിനെ തട സൃഷ്ടിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോട് എങ്ങനെ സമീപിക്കും? ഓക്കെ, നൈസ് ക്വസ്റ്റ്യൻ. ആക്ച്വലി ഇതുപോലുള്ള ഫ്രീ തിങ്കേഴ്സ് വേദികളിൽ നമ്മൾ പരിണാമം സംസാരിക്കുന്നത് പ്രകൃതിയിൽ കാണുന്ന പരിണാമത്തിൻ്റെ ധാർമ്മികത അതേപടി നമ്മുടെ ഇടങ്ങളിൽ എടുത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇത് മറിച്ച് മറ്റൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പ്രകൃതിയിൽ ജീവജാലങ്ങൾ എങ്ങനെ ഉണ്ടായെന്നും ഈ മനുഷ്യൻ എന്ന് പറയുന്ന ജീവി എങ്ങനെയാണ് ആവിർഭവിച്ചതെന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പരിണാമം നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് പകരം നമ്മുടെ ജീവിതത്തിൽ എടുത്ത് പെരുമാറാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷനായിട്ടല്ല നമ്മുടെ വേദികളിൽ പരിണാമത്തിനെ കാണുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ പരിണാമം മനസ്സിലാക്കുന്നത് വഴി ദൈവവിശ്വാസം, അതായത് ഞാൻ പറഞ്ഞല്ലോ ഡാർവിൻ വരുന്നതിന് മുമ്പ് ലോകമെമ്പാടും കരുതിയിരുന്നത് ഇങ്ങനെയാണ്, ദൈവമാണ് സൃഷ്ടിച്ചത് എന്നാണ് കരുതിയിരുന്നത്. അപ്പോൾ സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല, ജീവജാലങ്ങൾക്ക് തനിയെ ഉണ്ടാവാം എന്നുള്ള ആശയത്തെ പരിചയപ്പെടുത്തുകയും അതുവഴി നമ്മുടെ മനസ്സിൽ കുട്ടിക്കാലം മുതലേ കയറിപ്പറ്റിയ ദൈവസങ്കല്പത്തിനെ നിഷ്പ്രയാസം പുറത്താക്കാൻ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഈ കാര്യം മുന്നോട്ട് വയ്ക്കുന്നത്. അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ 1000 കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിട്ട് അതിൽ ഒരെണ്ണത്തിനെ സെലക്ട് ചെയ്യാമെന്നുള്ള ഒരു മോട്ടിവേഷൻ ആയിട്ടല്ല. ഓക്കെ, ഏകദേശം 150 വർഷം മുമ്പാണ് എവല്യൂഷൻ ചിലപ്പോൾ പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. അതോടുകൂടെ മനുഷ്യൻ്റെ അല്ലെ ജീവൻ്റെ ദിവ്യത്വം അല്ലെ, അങ്ങനെ പറയാൻ പറ്റില്ലേ, ദിവ്യത്വം തകർന്നു വീഴുന്നു എന്ന് പറയട്ടെ, കുറച്ച് നല്ല ഭാഷ കുറച്ചൊരു പൊലിപ്പിച്ച് പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ. അതോടുകൂടെ തന്നെ ആ സമയത്താണ് അവൻ മനുഷ്യൻ്റെ ദിവ്യത്വം തകരുമ്പോഴാണ് വീണ്ടും എന്താ പറയുക, ഓക്കെ കേരളത്തിലെ ഇപ്പോഴത്തെ ചില വൊക്കാബുലറി യുക്തി ചിന്തയ്ക്ക് അല്ലെങ്കിൽ ലോജിക്കിന് റാഷണാലിറ്റിക്കുള്ള ഒരു ഹെജ്മണിയുടെ കാലഘട്ടം ആരംഭിക്കുന്നതെന്ന് പറയാം. തെറ്റാണോ ശരിയാണോ എന്നറിയില്ല, ഞാൻ കൂട്ടി പറയുകയാണ് വീണ്ടും. അപ്പോൾ മനുഷ്യൻ്റെ ദിവ്യത്വം മാറുമ്പോൾ ആ സമയത്ത് തന്നെ വീണ്ടും മാർക്സിസ്റ്റ് പോലുള്ള എത്തീസ്റ്റ് ഐഡിയോളജീസ് ലോകത്തിൽ വരുന്നു. മനുഷ്യനെ ബഹുമാനിക്കുന്ന, ഓരോ മനുഷ്യനെയും ബഹുമാനിക്കുന്ന മതങ്ങൾ അതിനു മുമ്പ് ഉണ്ടായിരുന്നു. ഓരോ മനുഷ്യനെ ബഹുമാനിക്കണം എന്ന് പറയുന്ന ക്രിസ്ത്യാനിറ്റിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്ന കാലത്തു നിന്നും നിരീശ്വരവാദികളുടെ മാർക്സിസം വരികയും ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാസ് മേഡേഴ്സ് നടത്തിയിട്ടുള്ള പ്രത്യയശാസ്ത്രം, പൊളിറ്റിക്കൽ, ഇതിനെല്ലാം തന്നെ കാരണമായത് മനുഷ്യൻ്റെ ആ ദിവ്യത്വം നഷ്ടപ്പെടുകയും മനുഷ്യനെ മാസമായിട്ട് കൊന്നൊടുക്കുന്നത് യുക്തിപരമായിട്ട് ശരിയെന്ന് സ്ഥാപിക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു ലോകമാണ് നമ്മൾ മുന്നോട്ട് കണ്ടത്. അഥവാ പരിണാമം മൂലം നിന്ന് തുടങ്ങിയിട്ടുള്ള ഈ യുക്തിചിന്തയുടെ എന്താ പറയുക, മനുഷ്യൻ്റെ ഒരു സൂപ്പർ നാച്ചുറൽ വാല്യൂവിൻ്റെ ഡെമോളിഷൻ ഈ ലോകത്തിൽ വലിയ വലിയ കൊലപാതകങ്ങൾക്ക് കാരണമായിരിക്കുന്നു. ഈ വിഷയത്തിൽ എന്ത് സംസാരിക്കും? അല്ല, ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജീവൻ്റെ ദിവ്യത്വം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മിറാക്കുലസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജീവൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ജീവൻ വളരെ രസകരമാണ്, പഠിക്കാൻ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിന് ദിവ്യത്വം ഒന്നും ഇല്ല എന്നുള്ളത്. ദിവ്യത്വം വരുന്നത് എവിടെയാണെന്നറിയോ? ഒരു കാര്യത്തിലെ അജ്ഞത കൊണ്ടാണ് പലപ്പോഴും നമുക്കത് ഇപ്പോൾ ദിവ്യാത്ഭുതമായിട്ട് തോന്നുന്നതിൻ്റെ കാരണം എന്താണ്? ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവ് കിട്ടാതിരിക്കുമ്പോഴാണ്. ഒരു കാര്യം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് പഠിക്കുന്ന ഒരു കാര്യമാണ് സയൻസ് എന്ന് പറയുന്നത്.
ഒരു കാര്യം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഹൗ സംതിങ് വർക്ക്സ്. അതാണ് ശാസ്ത്രം പഠിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇതിനകത്ത് രണ്ടാമത്തെ പറഞ്ഞ പോയിന്റിലാണ് ഏറ്റവും വലിയൊരു തമാശ എനിക്ക് തോന്നിയത്. ഈ സൂപ്പർ നാച്ചുറലായിട്ടുള്ള കാര്യം ഉണ്ടായി വരുമ്പോഴും ഇപ്പം മനുഷ്യൻ്റെ ചരിത്രമോ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ ചരിത്രം എടുത്തോ തന്നാൽ നോക്കിയാൽ തന്നെ, അല്ലെങ്കിൽ ഈ ദിവ്യത്വമൊക്കെ കൽപ്പിച്ചിരുന്ന കാലത്തൊക്കെ നടന്നിട്ടുള്ള കൊലപാതക പരമ്പരകൾക്ക് ഒരു കയ്യും കണക്കുമില്ല. ദൈവങ്ങളായാലും മനുഷ്യരായാലും ഒരു തരത്തിലും ഒരു മയമില്ലാത്ത കൊലപാതകങ്ങളാണ് നടത്തിയിരുന്നത്. അപ്പം അവിടെ ദിവ്യത്വം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, മനുഷ്യൻ്റെ ഒരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റിൻ്റെ ഭാഗമാണ് ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ മറ്റൊരു ഗ്രൂപ്പുമായിട്ട് അടിയുണ്ടാക്കുക, അവിടെ എന്താണോ റിസോഴ്സ് ഉള്ളത് അത് കവർന്നെടുക്കുക, പിടിച്ചടക്കുന്ന ഗ്രൂപ്പിൽ നിന്നുള്ള ആളുകളെ, ഇപ്പോൾ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ഇണചേരുക, ഇതുപോലെയുള്ള കാര്യങ്ങൾ എല്ലാ കാലത്തും നടന്നിരുന്നു. ഈ ദിവ്യത്വം എന്നൊക്കെ പറഞ്ഞിരുന്ന കാലത്ത് നടന്നിരുന്നു എന്നേ ഉള്ളൂ. പക്ഷേ കുറച്ചുകൂടെ ഇപ്പോൾ ഇപ്പോഴത്തെ കാര്യം ഒരു എയ്ത്തിയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനുഷ്യൻ്റെ ജീവൻ്റെ വില അറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഹ്യൂമനിസം പോലെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അത് കുറച്ചുകൂടി ഇവോൾവ് ആയിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് എത്തുകയാണ് ചെയ്തതെന്നുള്ളതാണ്. പക്ഷേ വളരെ നല്ല മര്യാദയ്ക്ക് ചിന്തിക്കുന്ന ഒരാളെ കൊണ്ട് പോലും വളരെ മോശപ്പെട്ട ഒരു കാര്യം ചെയ്യിക്കാനായിട്ട് ഈ പ്രിമിറ്റീവായിട്ട് എഴുതി വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾക്ക് സഹായിക്കുന്നുള്ളതാണ്. ഒരുപക്ഷെ ഒന്നുകിൽ അത് മതഗ്രന്ഥങ്ങളാവാം, അല്ലെങ്കിൽ ഐഡിയോളജികളെ കുറിച്ചിട്ട് സംസാരിക്കുന്ന പുസ്തകങ്ങളാവാം എന്നുള്ളതാണ്. അപ്പം മനുഷ്യൻ എന്താ പറയുന്നത്, ഇന്നത്തെ കാലത്ത് വളരെ ധാർമ്മികമായി, ഇപ്പം നേരത്തെ കൃഷ്ണപ്രസാദിൻ്റെ പ്രസൻറ്റേഷൻ തന്നെ ജീവികൾ പോലും എങ്ങനെ ധാർമ്മികമായി പെരുമാറുന്നു എന്നുള്ളതാണ്. പക്ഷെ ആ സമയത്ത് പോലും ഒരു മയവും ഇല്ലാതെ കൊന്നുതള്ളിയിട്ടുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ എന്നുള്ളത് ആലോചിക്കുക. ഈ ജീവൻ്റെ ഉൽപ്പത്തി അല്ലെങ്കിൽ ഉത്ഭവം എങ്ങനെയാണെന്നൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. ശാസ്ത്രീയമായിട്ടുള്ള ഒരു അറിവ് അതിനെക്കുറിച്ചിട്ട് നമ്മൾ പലപ്പോഴും പാഠത്തിലൊക്കെ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ടെങ്കിലും വ്യക്തത എപ്പോഴും കിട്ടാത്തൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. അതുപോലെ ഈ ഡൈനോസറുകളൊക്കെ പാലിയോന്റോളജിക്കലായിട്ടുള്ള ഒരുപാട് തെളിവുകളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ ആ ഉത്ഭവം, അതിൻ്റെ പൂർവികരുടെ അതും പാലിയോന്റോളജിക്കലായിട്ട് കൃത്യമായിട്ട് കിട്ടിയിട്ട് ഇല്ലെന്നുള്ളതാണ് എൻ്റെ അറിവ്. അതിനെ പറ്റിയിട്ടൊന്ന് വിശദീകരിക്കണം. പിന്നെ ഈ ആണും പെണ്ണുമായിട്ടുള്ള തിരിയുന്നത് ഏത് ഘട്ടത്തിലാണ്? ഈ ജീവൻ്റെ ഉത്ഭവം എന്ന് പറയുമ്പോൾ നമുക്കത് ഏത് കാലഘട്ടത്തിലാണ് ഉണ്ടായത് അല്ലെങ്കിൽ ഭൂമിയിൽ കണ്ടത് എന്നുള്ളതിനുള്ള തെളിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. പുതിയ തെളിവുകൾ വരുന്നതിനനുസരിച്ചിട്ട് അത് കുറച്ച് മുന്നോട്ടോ പിന്നോട്ടോ ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായി ജീവൻ ഉണ്ടാകാം എന്നുള്ളതിനുള്ള തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണ്, കുറച്ച് വസ്തുക്കൾ, ഇപ്പം നമുക്ക് ജീവൻ ആവശ്യമുള്ള കാർബണും ഹൈഡ്രജനും ഓക്സിജനും പച്ചവെള്ളവും എല്ലാം കൂടെ ഒരു ടെസ്റ്റ് ട്യൂബിനകത്തിട്ട് കുലുക്കി 2 കുലുക്കി കഴിയുമ്പോൾ ഒരു ജീവി അതിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന രീതിയിലേക്ക് മനുഷ്യന് ജീവൻ ഉണ്ടാക്കാനുള്ള കഴിവൊന്നും ആയിട്ടില്ല. പക്ഷേ മനുഷ്യൻ ജീവൻ എന്നാൽ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിന്തിയ പോലെയുള്ള ക്രെയ്ഗ് വെൻഡറിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് നോക്കുക. അവിടെയൊക്കെ നമ്മൾ ജീവൻ ഉണ്ടാക്കി അല്ലെങ്കിൽ ജീവൻ എങ്ങനെയാണ് ഉണ്ടാക്കാൻ കഴിയുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ അത് ഉണ്ടാക്കി തുടങ്ങിയിട്ട് വളരെ കുറച്ച് 2010 ആദ്യമായിട്ട് അത് ചെയ്ത് ഓരോ തലമുറ കഴിയും തോറും അല്ലെങ്കിൽ ഓരോ പരീക്ഷണങ്ങൾക്കനുസരിച്ച് അതിനെ മെച്ചപ്പെടുത്തി കൊണ്ടുവരുന്നുണ്ട്. ഇനി ഭൂമിയിൽ ജീവൻ എപ്പോഴാണ് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിലാണ് ജീവൻ ഉണ്ടായത് എന്നാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത്. ഇനി ഭൂമിയിലല്ല ഉണ്ടായെങ്കിൽ പോലും പ്രപഞ്ചത്തിൽ വളരെ സർവ്വസാധാരണം കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് നമുക്കിന്ന് ജീവന് വേണ്ട ചേരുവകളെല്ലാം എന്നുള്ളതാണ്. അതായത് ന്യൂക്ലിയോടൈഡുകളായാലും ചില പ്രോട്ടീനുകളായിരുന്നാലും ഇതെല്ലാം നമ്മൾ ചില മീറ്റിയോറൈറ്റ്സിൽ പോലും കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അമൈനോ ആസിഡ്സ് ആയിരുന്നാലും ബേസ് പെയറുകളായിട്ട് തന്നെ കണ്ട, അങ്ങനെ മെർച്ചിസൺ മീറ്റിയോറൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ട് കിട്ടിയൊരു മീറ്റിയോറൈറ്റ് ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് അന്നത്തെ കാലത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡൊക്കെ ഉപയോഗിച്ചിട്ടാണ് എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അതിനകത്തുള്ള വസ്തുക്കൾ എന്താണെന്നൊക്കെ ഉള്ളത് പഠിക്കാനായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ പുതിയ എക്സ്ട്രാക്ഷൻ മെത്തേഡ് വന്നപ്പോൾ നമ്മൾ ധാരാളം ഒരു 88ഓളം ജീവനെ ഫേവറബിൾ ആയിട്ടുള്ള വസ്തുക്കളെ നമുക്ക് അതിനകത്ത് നിന്ന് കണ്ടെത്താൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവൻ്റെ അടിസ്ഥാന കാര്യങ്ങളായിട്ടുള്ള ഇപ്പോൾ DNA ആയാലും RNA ആയാലും ഇതൊക്കെ എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെയാണ് ഇത് അസംബിൾ ചെയ്യുക. മോൺമൊറൽനൈറ്റ് എന്ന് പറഞ്ഞൊരു ക്ലേ ഉണ്ട്, അതിനകത്തേക്ക് ന്യൂക്ലിയോടൈഡ്സ് ഡ്രിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് വളരെ നീളത്തിലുള്ള പോളിമർ ഉണ്ടാകുന്നതെന്നൊക്കെ നമ്മൾ എക്സ്പെരിമെൻ്റലി മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഏത് സീക്വൻസിൽ എങ്ങനെ നടന്നു, ആദ്യം ഉണ്ടായത് കൊഴുപ്പാണോ അല്ലെങ്കിൽ ലിപ്പിഡ്സ് ആണോ അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ്സ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചില കൺഫ്യൂഷൻ ഉണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ സാധാരണഗതിയിൽ തന്നെ ജീവൻ ഉണ്ടാവാനുള്ള എല്ലാ ചേരുവകളും ഇവിടെ നാച്ചുറലായിട്ട് ഉണ്ടാകാവുന്നതാണെന്നുള്ളത് ഇതിനോടകം സയൻസ് മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. എൻ്റെ അടുത്ത ഭാഗമാണ് എനിക്ക് തോന്നുന്നു ആണും പെണ്ണും എങ്ങനെ വേർതിരിഞ്ഞു എന്നുള്ളത്. അതിനു മുൻപ് ഡൈനോസറിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അതായത് ഡൈനോസറിന് ധാരാളം ഫോസിലുകളും മറ്റുമുണ്ട്. എന്തുകൊണ്ട് മനുഷ്യൻ്റെ പരിണാമം വരുന്ന സമയത്ത് അധികം ഫോസിൽ ഇല്ല എന്നുള്ളത് ആക്ച്വലി അതൊരു തെറ്റായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണെന്നാണ് ഞാൻ കരുതുന്നത്. മനുഷ്യൻ്റെ പരിണാമം കാണിക്കുന്ന ധാരാളം ഫോസിലുണ്ട്, പക്ഷെ അതിനേക്കാൾ ഡൈനോസറിൻ്റെ ഫോസിലുണ്ട്. അത് എന്തുകൊണ്ടെന്നാൽ
ഡൈനോസർ ലോകത്തിൻ്റെ പല കോണ്ടിനെൻറ്റിലും ജീവിച്ചിരുന്ന ഒരു ജീവിയാണ്. അത് ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് കോടിക്കണക്കിന് വർഷം സ്പാൻ ചെയ്ത് കിടക്കുന്ന ഒരു കാലഘട്ടമാണ്. മനുഷ്യൻ്റെ കേസ് അങ്ങനെ അല്ല. ഇപ്പോൾ ഹോമോ സാപ്പിയൻസിനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ മനുഷ്യന് ഇന്ന് നമ്മളെപ്പോലിരിക്കുന്ന ജീവജാലങ്ങൾ ഫോസൽ റെക്കോർഡുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് കഷ്ടിച്ച് 3 ലക്ഷം വർഷം പോലും ആകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അതല്ല, ചിമ്പാൻസിയുമായിട്ട് ഒരു പൊതുപൂർവികനെ പങ്കിട്ടിരുന്ന കാലഘട്ടമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് ഒരു 70 ലക്ഷം വർഷം മാത്രമേ ഇന്ന് നമ്മൾ കണക്ക് കൂട്ടി വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോലും ധാരാളം ഫോസിലുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒറോറിൻ ടൂഗൻസിന് കിട്ടിയിട്ടുണ്ട്, പിന്നെ സഹലാന്ത്രോപ്പസ് ചാഡൻസിന് കിട്ടിയിട്ടുണ്ട്, ആസ്ട്രോലോപത്തിക്കസ് അഫറൻസിന് കിട്ടിയിട്ടുണ്ട്, ആസ്ട്രോലോപത്തിക്കസ് ആഫ്രിക്കാനസിന് കിട്ടിയിട്ടുണ്ട്, ഹോമോ ഇറക്റ്റസ്, പിന്നെ നിയാൻഡർത്തൽ, ഡെനിസോവൻസ്, ഹാബിലിസ്, ഹൈഡൽബർജൻസിസ്, അങ്ങനെ ധാരാളം പല സ്റ്റേജുകളിൽ ഇവൻ മനുഷ്യനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ടുള്ള, അതായത് മനുഷ്യൻ്റെ വഴിത്താരയിലേക്ക് വരാത്ത ഓർഗനിസത്തിൻ്റെ, ഉദാഹരണത്തിന് ഡെനിസോവൻ, നിയാൻഡർത്തൽ, അങ്ങനെ ധാരാളം ജീവികളുടെ ഫോസിൽ കിട്ടിയിട്ടുണ്ട്. മനുഷ്യൻ്റെ കേസിനകത്തേക്ക് വരുമ്പോൾ ഫോസിലുകളുടെ അഭാവം 2 കാരണം കൊണ്ടാണ്. ഒന്ന്, മനുഷ്യനുണ്ടായിട്ട് കുറച്ച് കാലം മാത്രമേ ആയിട്ടുള്ളൂ. 2, ഉണ്ടായ ജീവജാലങ്ങൾ ഒരു ഭൂഖണ്ഡവുമായി ബന്ധപ്പെട്ടാണ് കടന്നിരുന്നത് എന്നുള്ളത്. ഈ അടുത്ത കാലഘട്ടത്തിലാണ് അവർ ആ ഭൂഖണ്ഡം വിട്ട് മറ്റ് ഭൂഖണ്ഡങ്ങളിലേക്ക് പോകുന്നത്. പക്ഷേ ഡൈനോസറിനെ അങ്ങനെയല്ല. അത് കോടിക്കണക്കിന് വർഷം സ്പാൻ ചെയ്ത് കടന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജീവജാലങ്ങളാണ്. അത് ആഫ്രിക്കയിൽ തന്നെ ഡൈനോസറുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ദി ആഫ്രിക്കൻ ഡൈനോസേഴ്സ് എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ചിട്ട് പാലിയന്റോളജിസ്റ്റുകൾ എഴുതിയ പുസ്തകങ്ങൾ വരെ ഉണ്ട്. അപ്പോൾ ഇന്ത്യയിലുണ്ടായിരുന്നു, നിങ്ങൾ വാർത്തയിൽ വായിച്ചിട്ടുണ്ടാവുമല്ലോ, നോർത്ത് ഇന്ത്യയിലെ ഡൈനോസറിൻ്റെ മുട്ട ഏതോ ഒരു ദൈവമായിട്ടൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് ഫോസൽസ് ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ധാരാളം മുട്ട ഫോസൽസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് കാരണം. ആൺ പെണ്ണ് വേർപിരിഞ്ഞ കാലഘട്ടം. ആൺ പെൺ വേർപിരിഞ്ഞ കാലഘട്ടം എന്ന് പറയുന്നത് ആദ്യമായിട്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ടായ ഒരു കാലഘട്ടത്തിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആൺ പെൺ വേർപിരിഞ്ഞൊരു കാലഘട്ടമായിട്ട് വേണമെങ്കിൽ കണക്കിലെടുക്കാം. ആ കാലഘട്ടം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ തിരൂരിലും പറഞ്ഞിരുന്നു, അത് 1,20,00,000 വർഷമാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പഴക്കം ചെന്ന സെക്ഷൽ റീപ്രൊഡക്ഷന് 120 കോടി 120 കോടിയാണ്. അതായത് 2 ബില്യൺ 1.2 ബില്യൺ 120 കോടി വർഷം പഴക്കമുള്ളതാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളതിലുള്ള ഏറ്റവും പഴക്കം ചെന്ന ഫോസിൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉള്ള സമയത്ത് 2 സെക്സുകളുടെ ജനറ്റിക് മെറ്റീരിയൽ മിക്സ് ചെയ്തിട്ടാണല്ലോ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ അവിടെ ആൺ പെണ്ണ്, ചിലപ്പോൾ ആണെന്നും പെണ്ണെന്നും ഉള്ള ഒരു വേർതിരിവ് അവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 വേർതിരിവ് ഉണ്ടായിട്ടുണ്ടാവാം. ആൺ പെണ്ണെന്ന് പറയുന്നൊരു സങ്കല്പം കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ആയിരിക്കാം ഉണ്ടായിട്ടുള്ളത്. എങ്കിലും നമുക്ക് ഏറ്റവും മാക്സിമം ഏജ് എന്ന് പറയുന്നത് ഒരു 1.2 ബില്യൺ ഇയേഴ്സ് ആയിട്ട് കണക്കാക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും അതൊന്നും മനുഷ്യൻ്റെ സമയത്തൊന്നുമല്ല, അതിനൊക്കെ വളരെ മുന്നേ ആണ് ഉണ്ടായെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ചോദിക്കുന്നത്, മറ്റ് ജീവികളെപ്പോലെ ഒരു ജീവി തന്നെയാണ് മനുഷ്യൻ. മറ്റ് ജീവികൾ സ്വാഭാവികമായിട്ടുള്ള വളർച്ചയും സെലക്ഷൻ പ്രോസസ്സും നടക്കുന്നു. പക്ഷെ മനുഷ്യരിൽ പണ്ട് കാട്ടിൽ കഴിഞ്ഞിരുന്ന മനുഷ്യൻ എണ്ണ ചേരുന്നത് ശക്തവാനും, ആ ശക്തവാൻ തീരുമാനിക്കുന്ന ഇണയെ കാമിച്ചൊക്കെയായിരുന്നു. പക്ഷെ അതിനുശേഷം പ്രശ്നങ്ങളും വഴക്കുകളും ഒഴിവാക്കാൻ വേണ്ടി മനുഷ്യൻ തന്നെ തീരുമാനിച്ചു വിവാഹം കഴിക്കാം. എന്നിട്ട് അതിലൂടെ മാത്രം മനുഷ്യൻ്റെ തലമുറകൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു പ്രോസസ്സിലേക്ക് വന്നു. അതിലൂടെ നടന്നത് മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, മറ്റ് ജീവികളിൽ സ്വതന്ത്രമായിട്ട് ശക്തവാൻ, ശക്തിയുള്ള അല്ലെങ്കിൽ സൗന്ദര്യമുള്ള സ്ത്രീയെ കാമിച്ചു തലമുറകൾ ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിന് നമ്മൾ വിഘാതം വരുത്തി. ഒരുപക്ഷെ നമ്മുടെ മനുഷ്യവർഗത്തിൻ്റെ തന്നെ ക്വാളിറ്റി കുറഞ്ഞ് ഇരിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു പ്രോസസ്സിലേക്ക് മനുഷ്യൻ പർപ്പസ്ഫുള്ളി അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ചെയ്തികളിലൂടെ നടത്തിയിട്ടില്ലേ, അല്ലെങ്കിൽ നടക്കുന്നത് അങ്ങനെയല്ലേ, സ്വാഭാവികമായിട്ടുള്ള ഒരു പരിണാമ പ്രക്രിയ മനുഷ്യൻ തടഞ്ഞിട്ടില്ലേ, അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ സെലക്ഷൻ പ്രോസസ്സ് തടഞ്ഞിട്ടില്ലേ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ശരിയാണോ? ഇപ്പം ഈ ചോദ്യത്തിനകത്ത് വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ശക്തി എന്ന് പറഞ്ഞ ഒരു കാര്യം മാത്രം എടുത്തിട്ടാണ്
ഈ ഒരു കാര്യം കമ്പയർ ചെയ്യുന്നത്. അത് പൊതുവേ നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു രീതിയുടെ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. ഈ പരിണാമത്തിൽ ഏറ്റവും ശക്തിയുള്ള ജീവിക്ക് അതിജീവന സാധ്യത കൂടുതലാണ് എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് വരുന്നൊരു പ്രശ്നമാണെന്നാണ് എനിക്കത് തോന്നുന്നത്. ഇനി മനുഷ്യൻ്റെ ഡൈവേഴ്സിറ്റി, ഇപ്പോൾ നമ്മളിപ്പോൾ ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന മനുഷ്യരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ വളരെ കുറവാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് വൈ ക്രോമസോമിൻ്റെ കാര്യത്തിൽ ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 2 ഗ്രൂപ്പ് ചിമ്പാൻസി എടുത്തു കഴിഞ്ഞാൽ അവർ തമ്മിൽ കമ്പയർ ചെയ്യുന്നുള്ളതിനേക്കാൾ അവർ തമ്മിലുള്ള വ്യത്യാസത്തിനേക്കാൾ വളരെ നമുക്ക് കുറവാണ് മനുഷ്യരെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള. അപ്പോൾ അതുകൊണ്ട് ഈ ജാതി മതം എന്നൊക്കെ പറഞ്ഞ് അടിക്കുന്നതിന് നിങ്ങളുടെ ജനിതകം പരിശോധിച്ചാൽ മനസ്സിലാവും നിങ്ങൾ വളരെ വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ജീവിയാണെന്ന് ബാക്കിയുള്ള ജീവികളെക്കാളും. അപ്പോൾ ഈ ഗ്രൂപ്പായിട്ടുള്ള ടേക്ക് ഓവറും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ ചിമ്പാൻസിയുടെ കാര്യത്തിലാണെങ്കിലോ ഇപ്പോൾ മനുഷ്യൻ തന്നെ കാട്ടിൽ താമസിച്ചിരുന്ന കാര്യത്തിൽ അന്ന് അതിജീവന സാധ്യതയ്ക്ക് സഹായിക്കുന്ന ഒരു ട്രെയിറ്റ് ആയിരുന്നു എന്നുള്ളതാണ്. ഇന്ന് അങ്ങനെയല്ല. ഇന്നിപ്പോൾ ഏറ്റവും ശക്തിമാനായിട്ടുള്ള ഒരാളെ ഒരു ബിഗ് ഗെയിം ഹണ്ട് ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നമ്മൾ തോക്കുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, നമുക്ക് ടെക്നോളജി ഇവോൾവ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ മറ്റൊരു സ്കില്ല് ഉള്ള ഒരാളായിരിക്കും ഒരു പക്ഷേ അതിജീവിക്കുന്നത്. അപ്പോൾ ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് വളരെ റീസെൻ്റ് ആയിട്ട് കണ്ടുപിടിച്ച ഒരു കാര്യമാണ്. പല സൊസൈറ്റിയിലും പോളിയാൻഡ്രിയും പോളിഗമിയസ് ആയിട്ടുള്ള സൊസൈറ്റിയൊക്കെ ഒരുപാട് കാലം പ്രാക്ടീസ് ചെയ്തിരുന്നതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ വളരെ ഈ പറഞ്ഞതിൽ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസുകൾ പോലും ആളുകൾ പേടിച്ചിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ചെറിയൊരു ക്ലോസ്ഡ് ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ടെൻഡൻസി കുറവാണെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ ഇതുപോലെയുള്ള ഒരു സെറ്റപ്പിലേക്ക് പോയതെന്നുള്ളത്. പിന്നെ റിസോഴ്സുകളുടെ കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ 2 കുടുംബങ്ങൾ ചേരുകയാണെങ്കിൽ അവർക്ക് ഓക്കെ ഇന്ന റിസോഴ്സുകളുണ്ട്, അത് അവർക്ക് ഷെയർ ചെയ്യാം, അത് അവരുടെ സർവൈവലിനെ അതിജീവിതത്തിനെ സഹായിക്കുന്നുള്ള ഒരു ധാരണയുടെ പുറത്തായിരിക്കാം അങ്ങനെ മുന്നോട്ട് പോയെന്നുള്ളതാണ് എനിക്ക് അതിനകത്തുള്ളൊരു കാഴ്ചപ്പാട്. അതുകൊണ്ട് മനുഷ്യൻ്റെ പരിണാമത്തെ അത് മോശമായി ബാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരിണാമത്തിന് വിരുദ്ധം, നേരത്തെ പറഞ്ഞു, പരിണാമം എന്താണെന്ന് പഠിച്ചിട്ട് അത് അതുപോലെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. പരിണാമ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത് എന്നുള്ളതാണ്. ഒരു ജീവി അത്ര ശക്തിയില്ലാത്ത, ജീവിക്കാൻ കഴിയാത്ത, ഒട്ടും അതിജീവിക്കാൻ കഴിയാത്ത, സെക്ഷൽ മെച്യൂരിറ്റി പോലും എത്താൻ കഴിയാത്ത രീതിയിലുള്ള ഒരാളിനെ പോലും നമ്മൾ ഇന്നിപ്പോൾ അതിജീവിപ്പിക്കും. കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് മാക്സിമം കൂട്ടിക്കൊടുക്കാൻ നോക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ പരിണാമ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ജീവിയുടെ അതിജീവനത്തിന് സഹായിക്കുന്നുണ്ട്. നമ്മുടെ അതിജീവന സാധ്യതയെ പറ്റി എനിക്ക് യാതൊരു തർക്കവുമില്ല. ഇന്ന് ലോകം മുഴുവൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര കോടി ജനങ്ങളുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അത് മറ്റ് ജീവികളിൽ ഈ പ്രോസസ്സ് നടക്കുന്നില്ല. മനുഷ്യരിൽ മാത്രം ബുദ്ധിപൂർവമോ അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളോ ആയിട്ട് നടന്ന ഒരു പ്രക്രിയയാണ് ഈ പറഞ്ഞത്. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ, മറ്റൊരു ജീവികളെ പോലെ ആയിരുന്നെങ്കിൽ വേറൊരു ടൈപ്പിലുള്ള മനുഷ്യവർഗം ആകുമായിരുന്നെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഏത് കാര്യത്തിലും നമുക്ക് പറയാമല്ലോ, അത് ഏതൊരു കാര്യത്തിലും പറയാം. ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ വേറൊരു വഴിയിലായിരിക്കും. അങ്ങനെയല്ല, മറ്റ് ജീവികളിൽ ഇന്നും പഴയ പോലെയാ സെലക്ഷൻ പ്രോസസ്സ് തന്നെ നടക്കുന്നത്. മനുഷ്യൻ അത് പല പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ നിങ്ങൾ കല്യാണം കഴിച്ചു, മറ്റേ ഉപദ്രവിക്കണ്ട. ഇപ്പം രാജാവിന് തോന്നുന്നവരെയൊക്കെ വിളിക്കുന്ന ആ ഒരു തീർന്നു, അല്ലെങ്കിൽ സമൂഹത്തിലുണ്ടായിരുന്ന ഒരു ശക്തമാനായിട്ടുള്ള ആൾ, അങ്ങനെയൊക്കെയായിരുന്നു സമൂഹത്തിൻ്റെ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞ കാലഘട്ടത്തിൽ. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്നൊരു നമുക്ക് നിശ്ചിത നിയമമൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് ആ നാച്ചുറലായിട്ടുള്ള ആ സെലക്ഷൻ പ്രോസസ്സിൻ്റെ അത് നിന്ന് പോയെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഈ പരിണാമത്തിന് സംഭവിച്ചിട്ടുണ്ട്. അല്ല, പരിണാമത്തിന് നമ്മൾ ഈ ഒരു ഒറ്റ കാര്യം മാത്രമാണ് ഇവിടെ എടുക്കുന്നത്. അതാണ് എൻ്റെ ഒരു പ്രശ്നം. സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു കാര്യം, ഒരു ജീവിയെ കീഴ്പ്പെടുത്തി അവിടെയുള്ള ഒരു ആളുമായിട്ട് ഇണചേരുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അവിടെ ഒരാളുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതിജീവനത്തിന് ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രം അല്ല ഒരു കാര്യം എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ആ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കരുത്തനായ ജീവിയുടെ അതിജീവനം എന്നല്ല, ഫിറ്റ് ഫോർ എ പെർട്ടിക്കുലർ തിങ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഇപ്പോൾ മനുഷ്യനെ അതിജീവിക്കാനുള്ള, ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമറിൻ്റെ കാര്യം എടുക്കൂ, അയാൾ ഭയങ്കര ശക്തിയുള്ള കാര്യമാവണമെന്നില്ല, പക്ഷേ ഹീ ക്യാൻ ആക്ച്വലി ഫെൻഡ് ഫോർ ഹിസ് ഫാമിലി, അല്ലേ? ഒരു കർഷകൻ ഉണ്ടാക്കി ഒരു അരി നട്ടാൽ മാത്രമേ അത് കഴിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലോട്ടല്ല നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സ്കില്ലെന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. അത് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ചെയ്യും, സ്പെഷ്യലൈസ് ചെയ്യും, നമ്മൾ അവിടുന്ന് അപ്പോൾ ആ ജീവിയുടെ അതിജീവന സാഹചര്യത്തിന് ശക്തി മാത്രം കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ശക്തിയിലേക്ക് അത് ഒതുക്കണ്ട, അതല്ല ഫിറ്റ്നസ്. അത് ഞാൻ വീണ്ടും ഒന്ന് വ്യക്തമാക്കിയെന്ന് മാത്രം. ഞാൻ ആ ചോദ്യത്തിനെ ഹരാരിയിലോട്ടൊന്ന് കൂട്ടിക്കോട്ടെ. നിയാൻഡർത്താൽ മനുഷ്യനേക്കാളും ശക്തനായിരുന്നു. പക്ഷേ ഹോമോസാപ്പിയൻസിൻ്റെ കളക്റ്റീവായിട്ടുള്ള കളികളാണ് ഹോമോസാപ്പിയൻസിന് ഇവിടെ, അങ്ങനൊരു വാദം ഇവിടെ ഉണ്ടായിരുന്നു. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. സംസാരം വന്നപ്പോൾ, ഓർമ്മ വന്നപ്പോൾ ഞാനതിങ്ങനെ
ഹരാരി ആ പുസ്തകത്തിനകത്ത് പറയുന്നത് നിയാണ്ടർത്തലിനെ കുറിച്ച് മാത്രമല്ല, മനുഷ്യൻ എവിടെയൊക്കെ പോയോ അവരെല്ലാവരും പോയി കളക്റ്റീവായിട്ടുള്ള കാരണങ്ങളാലെന്നാണ് പറയുന്നത്. ഇറക്ടസിനെ കുറിച്ചിട്ടും തൊട്ടില്ല എന്നുള്ള മട്ടിലാണ് പറഞ്ഞു പോകുന്നത്. പല ജീവികളെയും പറ്റി അങ്ങനെയാണ് പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ ഒരു ഭൂമിയിൽ ഒരു മാമലിൻ്റെ ശരാശരി, ഒരു സ്പീഷീസിൻ്റെ ശരാശരി കാലഘട്ടം ഭൂമിയിൽ ജീവിച്ചിരുന്നത് എടുത്തു കഴിഞ്ഞാൽ അത് ഏതാണ്ട് ഒരു 2 മില്യൺ ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരാശരി കാലഘട്ടം എന്ന് പറഞ്ഞാൽ 2 മില്യനാണ്. ഹോമോ ഇറക്ടസ് ഒരു 2.3 മില്യൺ വർഷത്തോളം ജീവിച്ചു. അത് മരിക്കാറായ കാലഘട്ടമായപ്പോഴേക്കും അത് അപ്രത്യക്ഷമായി. എനിക്കതിനകത്ത് യാതൊരു അത്ഭുതവും തോന്നുന്നില്ല. ഹരാരി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ സാധാരണ മാമൽസ് ജീവിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടത്തിന് എത്തിയപ്പോൾ ആ ജീവി അപ്രത്യക്ഷമായി. അതിനകത്ത് ഞാനൊരു വലിയൊരു സംഭവമായിട്ടൊന്നും കാണുന്നില്ല. പിന്നെ അദ്ദേഹം അതിനകത്ത് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കളക്റ്റീവായിട്ടുള്ള കുറേ സ്കിൽസ് കാരണമാണ് നിയാണ്ടർത്തൽ എക്സ്റ്റിങ്ക്റ്റ് ആയത് എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം മാത്രമേ ഞാൻ അതിനെ കണക്കാക്കുന്നുള്ളൂ. അതിന് ഇന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ കണ്ടെത്തി വെച്ചിട്ടുള്ള തെളിവുകളോട് യാതൊരു തരത്തിലും യോജിച്ചു പോകുന്നതല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇദ്ദേഹം അതിനകത്ത് തന്നെ സൂചിപ്പിക്കുന്ന കുറേ മനുഷ്യൻ്റേത് എന്ത് മാത്രമായി അദ്ദേഹം അവതരിപ്പിക്കുന്ന കുറച്ച് സ്കിൽസുകളുണ്ട്. അതായത് കൂട്ടത്തോടെ വേട്ടയാടാനുള്ള കഴിവ്, ഇര പിടിക്കാനുള്ള കഴിവ്, അങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ നിയാണ്ടർത്തലും ചെയ്തിരുന്നു എന്നുള്ള അവസരം വരുമ്പോൾ അദ്ദേഹം മൗനം ഭജിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം. മനുഷ്യൻ ചെയ്തിരുന്നത് പോലെ ഈ എൻവയറോൺമെൻ്റൽ ട്രാപ്പുകളുണ്ട്. ചില സ്ഥലങ്ങളിൽ, ചില മലയിടുക്കുകൾ പോലുള്ള സ്ഥലങ്ങളിലേക്ക് ജീവജാലങ്ങളെ കൊണ്ടുവന്ന് അവിടെ ഇട്ട് മാസ് സ്ലോട്ടർ ചെയ്യാം, മനുഷ്യൻ ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുണ്ട്. നിയാണ്ടർത്തലും അതുപോലുള്ള പരിപാടികളൊക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. നിയാണ്ടർത്തൽ എങ്ങനെ എക്സ്റ്റിങ്ക്റ്റ് ആയി എന്നുള്ളത് ഞാൻ എൻ്റെ പ്രസൻറ്റേഷനകത്ത് പറഞ്ഞിരുന്നു. കാരണം നിയാണ്ടർത്തൽ എന്ന് പറയുന്നത് ഓൾറെഡി പോപ്പുലേഷൻ ഡ്വിൻഡ്ലിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പീഷീസ് ആയിരുന്നു. അത് അവരുടെ ആൻസിസ്റ്റേഴ്സ് ആഫ്രിക്കയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ, യൂറോപ്പിലേക്ക് പോകുമ്പോൾ അത് എത്രയായിരുന്നു അവരുടെ ജനസംഖ്യ എന്ന് കണക്കാക്കിയിട്ടുള്ളൊരു പുതിയൊരു പേപ്പർ എനിക്ക് തോന്നുന്നു നേച്ചറിലോ സെല്ലിലോ മറ്റോ വന്നിട്ടുണ്ട്. അത് പറയുന്ന എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 100-150 നമ്പർ മാത്രമാണുള്ളത്. 100-150 ആൾക്കാരാണ് യൂറോപ്പിലേക്ക് പോയത് എന്നുള്ളതാണ്. അവരുടെ ഒരു പിൽക്കാലത്തുള്ള ഡിസെൻഡൻസ് ആണ് പിന്നെ നിയാണ്ടർത്തലായിട്ട് മാറുന്നത്. അപ്പം നിയാണ്ടർത്തൽ എല്ലാ കാലത്തും വളരെ ചുരുങ്ങിയ ഒരു പോപ്പുലേഷൻ ഡിവേഴ്സിറ്റി ഉണ്ടായിരുന്ന ഒരു ജീവിയായിരുന്നു. ഈവൻ ജനറ്റിക് ഡേറ്റ കാണിക്കുന്നത് പോലും അതിൻ്റെ ജനറ്റിക് ഡിവേഴ്സിറ്റി കുറഞ്ഞ് ഫീമെയിൽ നിയാണ്ടർത്തൽസിൻ്റെ ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞ് അത് എക്സ്റ്റിങ്ഷനിലേക്ക് എത്തിയിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ പല പേപ്പേഴ്സും പറയുന്നത്. അത് മാത്രമല്ല, വേറൊരു സിമുലേഷൻ സ്റ്റഡി ഉണ്ട്. അത് കാണിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി മനുഷ്യൻ അവിടെ വന്ന് നിയാണ്ടർത്തലുകൾ നായാടി നടന്നിരുന്ന സ്ഥലങ്ങളിൽ മനുഷ്യന് നായാടിയാൽ പോലും ആ കാരണം കൊണ്ട് നിയാണ്ടർത്തൽ എക്സ്റ്റിങ്ക്റ്റ് ആവില്ല എന്നാണ് സിമുലേഷൻ സ്റ്റഡി പറയുന്നത്. അത് മാത്രം പോരാ എന്നാണ് ആ സിമുലേഷൻ സ്റ്റഡി പറയുന്നത്. അപ്പോൾ നിയാണ്ടർത്തൽ എക്സ്റ്റിങ്ക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഡിവേഴ്സിറ്റി കുറഞ്ഞ് വന്ന് അതിൻ്റെ ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞൊരു സംഭവമായിരുന്നു. മനുഷ്യൻ വന്നില്ലായിരുന്നെങ്കിലും നിയാണ്ടർത്തൽ എക്സ്റ്റിങ്ക്റ്റ് ആവുമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പരിണാമത്തെക്കുറിച്ച് യാതൊരു വിവരമില്ലാത്ത കുറച്ച് ടീമുകൾ പറയുന്നൊരു ചില ചോദ്യമാണ് ഈ കുരങ്ങൻ പരിണമിച്ചല്ലോ മനുഷ്യൻ ഉണ്ടാകുന്നത് എന്നൊക്കെ. അത് അത്തരം ആൾക്കാരെ ചോദിക്കുന്ന വേറൊരു മണ്ടൻ ചോദ്യമാണ്, മനുഷ്യൻ എന്തുകൊണ്ട് പരിണമിക്കുന്നില്ല? ആ ക്വസ്റ്റ്യനിൽ പിടിച്ചുകൊണ്ടൊരു ക്യൂരിയസ് ആയിട്ടൊരു ചോദ്യം. ഇങ്ങനെ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ മനുഷ്യൻ പരിണമിച്ച് മറ്റൊരു ജീവിയാകാൻ ഉള്ള സാധ്യത അല്ലെങ്കിൽ എത്ര കാലഘട്ടം എടുക്കാം? അതിനെക്കുറിച്ച് എന്തെങ്കിലും സ്റ്റഡിയോ പേപ്പറോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇത് പല ആൾക്കാർ പലതവണ പല സ്ഥലങ്ങളിൽ വെച്ച് ചോദിച്ചിട്ടുള്ളതാണ്. ഇതിന് എല്ലായ്പ്പോഴും ഞാൻ ഒരേപോലത്തെ മറുപടിയാണ് പറയുന്നത്. അതായത് ഈ മനുഷ്യൻ പരിണമിച്ച് മറ്റൊരു ജീവി ആകുമോ എന്നുള്ള ചോദ്യം കൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഒരേ സമയത്ത് ഇപ്പോഴുള്ള മനുഷ്യൻ സ്പ്ലിറ്റ് ചെയ്ത് ഒന്നോ അതിലധികമോ സ്പീഷീസുകളായിട്ട് മാറുമോ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അതിനുണ്ടാവാനുള്ളൊരു സാഹചര്യം ഇപ്പോഴില്ല. കാരണം പരിണാമം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്കിപ്പോൾ ചെയ്യാനുള്ളത് ഇപ്പോൾ ഉള്ള സാഹചര്യം വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇപ്പോഴുള്ള സാഹചര്യം എന്താണ്? പല പല രാജ്യങ്ങളുണ്ട്, അവിടെ ഉള്ളതെല്ലാം ഹോമോസാപ്പിയൻസ് തന്നെ. ഇവർക്ക് തമ്മിൽ ഇണചേരാൻ വേണ്ടിയിട്ട് പറ്റും. അതിനകത്ത് യാതൊരു ബയോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളും കാണുന്നില്ല. അപ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ 2 സ്പീഷീസായിട്ട് മാറാൻ
കറൻ്റ്ലി നമ്മൾ നോക്കുമ്പോൾ ഒരു സാഹചര്യം ഇപ്പം നിലവിലില്ല. പക്ഷേ നിയാണ്ടർത്തലും മനുഷ്യനും ഒരു പൊതുപൂർവികനെ പങ്കിട്ടിരുന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അറിയാമായിരിക്കുമല്ലോ. അതെന്തുകൊണ്ട് 2 സ്പീഷീസായി മാറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് അങ്ങനെ സംഭവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം മനുഷ്യനുണ്ടായത് ആഫ്രിക്കയിലായിരുന്നു. മനുഷ്യൻ ആഫ്രിക്കയിൽ പരിണമിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിയാണ്ടർത്തൽ അവിടെ നിന്ന് മാറി യൂറോപ്പിലേക്ക് പോയി. അപ്പോൾ അവിടെ ജിയോഗ്രഫിക്കൽ ഐസൊലേഷൻ സംഭവിച്ചു. അതുകൊണ്ട് അന്ന് അങ്ങനെ സംഭവിച്ചു. പക്ഷേ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൻ്റെ എല്ലാ കോണിലും മനുഷ്യരുണ്ട്. അവിടെയുള്ള എല്ലാ മനുഷ്യർക്കും തമ്മിൽ ഇൻ്റർബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് ഇപ്പോഴുള്ള സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഈ കാണുന്ന ഹോമോസാപ്പിയൻസ് രണ്ടോ അതിലധികമോ സ്പീഷീസായിട്ട് വേർപിരിയും എന്ന് നമ്മൾ ചിന്തിക്കേണ്ട യാതൊരു പോസിബിലിറ്റി ഞാൻ കാണുന്നില്ല. ഇനി വേറൊരു ചോദ്യം, ഇത് വേറൊരു രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ, അതായത് നമ്മളൊരു 1, 2 അല്ലെങ്കിൽ 5, 10 വർഷം കഴിയുമ്പോൾ നിലവിലിപ്പോൾ ഈ 2024 മനുഷ്യരും ഒരു 5 ലക്ഷം വർഷം കഴിയുന്നുള്ള മനുഷ്യന് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അവരെ നമുക്ക് 2 സ്പീഷീസായിട്ട് കണക്കാക്കാൻ വേണ്ടിയിട്ടുള്ള മാറ്റം അവരിൽ വന്നു ചേരുമോ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അതിന് ചിലപ്പോൾ ഒരു സാധ്യത ഉണ്ടായേക്കാം. അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലാതെ ഇപ്പോഴുള്ള മനുഷ്യൻ സ്പ്ലിറ്റ് ചെയ്ത് 2-3 ജീവിയാവുന്ന ഒരു സെറ്റപ്പ് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ വിത്ത് ദ കറണ്ട് സിറ്റുവേഷൻ. ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ ഇന്റർപ്ലാനറ്ററി മിഷൻസ് ഒക്കെ വളരെ സർവ്വസാധാരണമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, കുറേ കാലം ഒരു പോപ്പുലേഷൻ വേറെ ഏതെങ്കിലും പ്ലാനറ്റിൽ കുറേ കാലം കൊണ്ടിടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഭൂമിയിലുള്ളവരും അവരും തമ്മിൽ അധികം ഫ്രീക്വൻ്റ് ആയിട്ട് ഇൻ്റർബ്രീഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാലം കഴിയുമ്പോഴത്തേക്കും വേറൊരു സ്പീഷീസിനെ പ്രതീക്ഷിക്കാം. ഇപ്പോൾ തൽക്കാലം അങ്ങനെയില്ല. പക്ഷേ ഒന്നാമത്തെ കാര്യം, ഈ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സ്പീഷീസ് എന്നുള്ളത് ഒരു ക്ലിയർ കട്ട് ഡെഫിനിഷൻ അല്ല. അത് പലപ്പോഴും സംശയം തോന്നുന്ന ഒരു കാര്യമാണ്. ഒരു വര വരച്ച് ഇതിന് മുമ്പോട്ടുള്ളതെല്ലാം ഇന്ന സാധനം അല്ലെങ്കിൽ അതിന് ശേഷമുള്ളത് വേറെ, അങ്ങനെയല്ല. നമ്മൾ പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി വർഗീകരിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. അപ്പോൾ അതിനൊന്നും ക്ലിയർ കട്ട് ബൗണ്ടറീസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. ഹരാരി പറയുന്നത് ഒരു കോഗ്നിറ്റീവ് റവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട്, അതിനുശേഷമാണ് വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ്. ഇത് ശരിയാണോ എന്നുള്ളതൊന്ന് പരിശോധിക്കണം. രണ്ടാമത്തെ, അതിനുശേഷമാണോ നമ്മൾ ദൈവങ്ങളെ കണ്ടുപിടിച്ചത്? അപ്പോൾ ആ ദൈവങ്ങളുടെ ഒരു പരിണാമം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി. വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ഞാനിതൊരിക്കലും സിയാറിനോട് സംസാരിച്ചിരുന്നു. എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യമാണ്, ഹരാരി മനുഷ്യൻ്റെ ചരിത്രത്തിനെ 3 ഘട്ടങ്ങളായിട്ട് വേർതിരിക്കുന്നു. ഒന്ന് കോഗ്നിറ്റീവ് റെവല്യൂഷൻ, പിന്നെ അഗ്രികൾച്ചറൽ റെവല്യൂഷൻ, പിന്നെ അവസാനത്തെ സയൻറ്റിഫിക് റെവല്യൂഷൻ. 3 ഘട്ടങ്ങളായിട്ട് തിരിക്കുന്നു. ഇതെനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഒരു പുസ്തകത്തിന് മറ്റൊരിടത്തും കാണാത്ത തരത്തിലുള്ളൊരു രൂപം മനുഷ്യൻ്റെ ചരിത്രത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉണ്ടാക്കി വെച്ചൊരു സ്ട്രക്ചറായിട്ട് മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. അതായത് നമ്മൾ ആർക്കിയോളജിക്കൽ അല്ലെങ്കിൽ പാലിയൻറ്റോളജിക്കലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സയൻറ്റിഫിക് റെവല്യൂഷനെ വേണമെങ്കിൽ വിട്ടേക്കാം, നമുക്ക് അതിനൊരു ഘട്ടമായിട്ട് തീർച്ചയായിട്ടും കണക്കാക്കാം. അഗ്രികൾച്ചർ റെവല്യൂഷനെയും ഒരു ഘട്ടമായിട്ട് തീരുമാനിക്കാം. പക്ഷേ കോഗ്നിറ്റീവ് റെവല്യൂഷൻ എന്ന് പറയുന്നത് ഹരാരി പറയുന്നത് ആയിട്ട് ഒത്തുപോവില്ല എന്നുള്ളതാണ് പ്രശ്നം. കാരണം ഹരാരിയുടെ കോഗ്നിറ്റീവ് റെവല്യൂഷൻ നടക്കുന്നത് ഔട്ട് ഓഫ് ആഫ്രിക്കയ്ക്ക് ശേഷമാണ്. അപ്പോൾ ഔട്ട് ഓഫ് ആഫ്രിക്കയ്ക്ക് അദ്ദേഹം അതിനകത്തൊരു വർഷവും പറയുന്നുണ്ട്, ഏതാണ്ട് 70,000-80,000 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പറയുന്ന കോഗ്നിറ്റീവ് റെവല്യൂഷൻ നടക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അവിടെ വളരെ സുപ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. മനുഷ്യൻ ആഫ്രിക്കയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ആഫ്രിക്കയിൽ അപ്പോഴും താമസിച്ചിരുന്ന കുറച്ച് മനുഷ്യരുണ്ട്, അവർക്ക് കോഗ്നിറ്റീവ് റെവല്യൂഷൻ സംഭവിച്ചില്ലേ എന്നുള്ളത്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പിന്നെ കോഗ്നിറ്റീവ് റെവല്യൂഷൻ സംഭവിച്ചോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ബാക്കി നിൽപ്പുണ്ടല്ലോ. അതുകൂടാതെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹം പറയുന്നത് ഈ മനുഷ്യന് കോഗ്നിറ്റീവ് റെവല്യൂഷൻ ഉണ്ടായി. അദ്ദേഹം പറയുന്ന 80,000 വർഷങ്ങൾക്ക് ശേഷമുള്ള കോഗ്നിറ്റീവ് റെവല്യൂഷനിൽ മനുഷ്യൻ ഭാഷ പോലത്തെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു. അതിൽ നിന്ന് വിശ്വാസങ്ങൾ പോലുള്ള സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വാദങ്ങളിൽ ഒരെണ്ണം എന്ന് പറയുന്നത്. പക്ഷേ ഇതിനൊരു വലിയൊരു ഒരു പിറ്റ്ഫോൾ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ ആഫ്രിക്കയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഒരു സ്കള്ള് കിട്ടിയിട്ടുണ്ട്. ആ സ്കള്ളിൻ്റെ ഏജ് ഐ തിങ്ക് 1 ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ബട്ട് ഇറ്റ് ഈസ് മോർ ദാൻ 1 lakh years എനിവേ. 1 ലക്ഷം വർഷത്തിൽ കൂടുതൽ പ്രായമുണ്ട് ആ സ്കള്ളിന്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു റിച്വലിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.
ആ സ്കളെടുത്ത് ആ സ്കള് നല്ല രീതിയിൽ പോളിഷ് ചെയ്ത് ഒരു റിച്വലിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ഹരാരി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിൻ്റെ കോഗ്നിറ്റീവ് റെവല്യൂഷൻ ആരംഭിക്കുന്നത് 80,000 വർഷങ്ങൾക്ക് മുമ്പും അദ്ദേഹം പറയുന്ന റിച്വൽസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് മനുഷ്യന് കോഗ്നിറ്റീവ് റെവല്യൂഷൻ ആരംഭിച്ചതിന് ശേഷമാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം പറയുന്ന ആശയങ്ങളും പാലിയോ ആർക്കിയോളജി പറയുന്ന കണ്ടെത്തലുകളും തമ്മിൽ ഒരുമിച്ച് പോകുന്നില്ല എന്നുള്ളതാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് ഈ ഉറുമ്പുകൾക്കൊക്കെ ഓർമ്മശക്തി ഉണ്ട് എന്നുള്ളത്. ഓർമ്മശക്തി എന്നെല്ലാം പറയുമ്പോൾ അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ന്യൂറോണൽ ആക്ടിവിറ്റി കൊണ്ടല്ലേ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ചെറിയ ജീവികൾക്കൊക്കെ ഇങ്ങനെ ഇത്തരത്തിലുള്ള ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. വേറെ ഒന്ന്, പൊതുവേ സമൂഹത്തിൽ പുരുഷന്മാരുടെ എണ്ണം കൂടുതലല്ലേ. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും നമ്മുടെ മനുഷ്യന്മാരുടെ പരിണാമത്തിൽ ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവായിട്ടൊക്കെ ബാധിക്കുന്നുണ്ടോ? നല്ല ചോദ്യങ്ങളാണ്. ഈ ഉറുമ്പുകളുടെ ഓർമ്മശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഓർമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് തരത്തിലുള്ള ഓർമ്മയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഉറുമ്പുകൾ ആഹാരമുണ്ടോ എന്ന് സ്കൗട്ട് ചെയ്യാൻ, ഉറുമ്പിന് ഈ പറഞ്ഞതുപോലെ വലിയൊരു നാഡീ വ്യൂഹമൊന്നുമില്ല. ബേസിക് റൂഡിമെൻ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ ചെറിയൊരു ഇൻസെക്റ്റ് അല്ലേ. അപ്പോൾ ഇതിങ്ങനെ സ്കൗട്ട് ചെയ്യാൻ പോകും, എവിടെയെങ്കിലും ഫുഡ് ഉണ്ടോ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന്. അവിടെ അത് ഉപയോഗിക്കുന്നത് എന്താണ്? കീമോടാക്സിസ് ആണ് അല്ലേ. കെമിക്കലുകൾ വെച്ചിട്ടാണ് അത് പോയിട്ട് ഒരു ഉറുമ്പ് പോയി അതിൻ്റെ ശരീരത്തിൽ നിന്നുള്ള സ്രവങ്ങൾ അല്ലെങ്കിൽ അവിടെ അതിൻ്റെ കെമിക്കൽ സെൻട്രൽസ് ആണ് ബാക്കിയുള്ളവർക്ക് ഫോളോ ചെയ്യാം, തിരിച്ചു വരാം. തിരിച്ച് അവിടെ പോവുകയും ആ പറയുന്ന ഫുഡ് പോയി എടുക്കാൻ വേണ്ടി റിട്രീവ് ചെയ്യാൻ പോകുന്നതിനെ നമുക്ക് ഓർമ്മശക്തി എന്ന് വിളിക്കാമോ എന്നുള്ളതാണ് അവിടുത്തെ ഒരു ചോദ്യം. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഞാൻ കണ്ണൂർ വന്നപ്പോൾ എന്നെ റിസീവ് ചെയ്യാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നത് മുന്നെയാണ്. ഈ ലെവലിലുള്ള ഓർമ്മശക്തി എന്നൊക്കെ പറയുന്നത് മെമേലിയൻ ആയിട്ടുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മസ്തിഷ്കമുള്ള ജീവികളിൽ മാത്രമേ കാണുള്ളൂ. പക്ഷെ വളരെ റൂഡിമെൻ്ററി ഫോമിൽ എങ്ങനെയാണോ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നാഡീ ഞരമ്പിൻ്റെ വ്യവസ്ഥ അതെങ്ങനെയാണ് ഇവോൾവ് ചെയ്തതെന്ന് നോക്കിയറിയാം. ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ആഹാരം കഴിക്കാനായിട്ട് ഒരു ഓറിഫിസ്, ഒരു ദ്വാരമുണ്ടാകുന്നു. അതിന് തൊട്ട് മുകളിലായിട്ട് മാത്രമായിരിക്കും നമുക്ക് അകത്തേക്ക് മണമെടുക്കാൻ കഴിയുന്ന ഒരു കാര്യം വരുന്നത്. എന്നാൽ മാത്രമേ ആഹാരം കഴിക്കാൻ പറ്റുള്ളൂ. ഈ മതക്കാരൊക്കെ തിരിച്ചാണ് പറയുന്നത് കേട്ടോ, ആരാണ് വായുടെ തൊട്ട് മുകളിൽ മൂക്കുകൊണ്ട് വെച്ചത്, വളരെ ബുദ്ധിയുള്ള ഒരാളല്ലേ എന്ന്. അങ്ങനെയല്ല. ഇപ്പോൾ പിൻഭാഗത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കഴിക്കുന്ന കാര്യം മണക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ജീവിയെ ഒരിക്കലും ഇവോൾവ് ചെയ്ത് വരില്ല എന്നുള്ളതാണ്. വായുടെ തൊട്ട് മുകളിൽ മൂക്കായതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റിയത്. അതുപോലെ തന്നെ ഒരു ലോങ് ട്യൂബായിട്ട് മാറുന്നു, വാ മുതൽ മലദ്വാരം വരെയുള്ള ഒരു ട്യൂബായിട്ട് മാറുന്നു അല്ലേ. അപ്പോൾ അതിന് ചുറ്റുമായിരിക്കും നാഡീ ഞരമ്പിൻ്റെ വ്യവസ്ഥ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ഇൻസെക്ട്സ് പോലെയുള്ള ചെറിയ ജീവി വരുമ്പോഴത്തേക്കും വളരെ ചെറിയ ഒരു റൂഡിമെൻ്ററി ഫോമിലുള്ള സംഗതി മാത്രമേ കാണുള്ളൂ. അതിൻ്റെ ജീവിതത്തിൽ അതിജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഓർമ്മ എന്നൊക്കെ പറയുമ്പോൾ, മെമ്മറി എന്നൊക്കെ പറയുമ്പോൾ, ഇതിനു മുമ്പ് ഒരു കാര്യം ഒരു ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫുഡ് കണ്ടു, തിരിച്ച് അങ്ങോട്ട് പോകാനായിട്ടുള്ള അതിൻ്റെ അതിജീവന സാധ്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള മെമ്മറി മാത്രമായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. രണ്ടാമത്തെ ചോദ്യം ഞാൻ ആക്ച്വലി മറന്നു ഇത്ര നേരമായപ്പോൾ. എന്തായിരുന്നു രണ്ടാമത്തെ ചോദ്യം? ഞാൻ ഓർക്കുന്നില്ല. അത് ആ ഒരു സമൂഹത്തില് ആണുങ്ങളാണ് അല്ല, ആ രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു, ഒന്ന് കൊടുക്കാം. പൊതുവെ പുരുഷന്മാരുടെ എണ്ണല്ലേ ഇപ്പൊ കൂടുതൽ. അപ്പോൾ അത് എന്തെങ്കിലും തരത്തിൽ നെഗറ്റീവായിട്ട് മനുഷ്യ പരിണാമത്തെ ബാധിക്കുന്നുണ്ടോ? അപ്പോൾ ഈ എണ്ണം എന്ന് പറയുന്നതുണ്ടല്ലോ, ഈ പരിണാമത്തെ ബാധിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ്? സെക്ഷുവൽ മെച്യൂരിറ്റി എത്തുന്ന ഒരു ജീവി മറ്റൊരു ജീവിയുമായിട്ട് ഇണചേർന്ന് അതിൻ്റെ അടുത്ത തലമുറയെ ഉണ്ടാക്കുന്നു. ഇതാണ് പരിണാമത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഘടകം. ജനിതക പദാർത്ഥം കൈമാറ്റം ചെയ്യുന്നു, റാൻഡമായിട്ടുണ്ടാകുന്ന മ്യൂട്ടേഷൻ, അതിൽ നിന്നൊരു സെലക്ഷൻ പ്രോസസ്സ് വരുന്നു എന്നുള്ളത്. ഇപ്പോൾ കൂടുതൽ പുരുഷന്മാരുണ്ടെന്നിരിക്കട്ടെ, സപ്പോസ് ഒരു 10 പുരുഷനും ഒരു സ്ത്രീയും ഉണ്ടെന്നിരിക്കട്ടെ, അവിടെ ആർക്കാണ് ആക്ച്വലി ആ ഒരു ചോയ്സ് മേക്ക് ചെയ്യാൻ പറ്റുക? ഇവരെല്ലാം ആരുമായിട്ടാണ് ചേരണത്? ഒന്നുകിൽ അവിടെ ഈ ശക്തിയുള്ള, നേരത്തെ പറഞ്ഞതുപോലെ ശക്തിയുള്ള ഒരാളുമായിട്ടായിരിക്കും ഇണചേരാനുള്ള ഒരു സാധ്യത ഉണ്ടാവുക. ഇല്ലെന്നുണ്ടെങ്കിൽ ആ സ്ത്രീ ആയിരിക്കണം, സ്ത്രീയുടെ സമ്മതത്തോടു കൂടിയാണെങ്കിൽ ആ സ്ത്രീ ആയിരിക്കണം തീരുമാനിക്കുന്നത് അല്ലേ, ഇന്നാൾ വേണം എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സെലക്ഷൻ പ്രോസസ്സിലൂടെ ഉണ്ടാകുന്നു. ഇനി ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ജീവികളെ എടുക്കുകയാണെങ്കിൽ ഇതേ പ്രോസസ്സ് പല സ്ഥലത്ത് നടക്കുന്നു. അത് കഴിഞ്ഞ് വരുന്ന പ്രോജിനി അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത തലമുറ എന്ന് പറയുന്നത് അവർക്ക് അതിജീവന സാധ്യതയുണ്ടോ എന്നുള്ളതാണ് പരിണാമത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചോദ്യം. കൃഷ്ണപ്രസാദ് പറഞ്ഞു, ഇന്നത്തെ അവസ്ഥയിൽ ലോകം മൊത്തം നമ്മൾ പരസ്പരം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു മനുഷ്യ വംശത്തിൽ ഇനിയൊരു പരിണാമം വ്യത്യസ്ത രീതിയിൽ നടക്കാൻ സാഹചര്യമില്ല. അത് ഏതെങ്കിലും ഒരു ദിശയിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു മാറ്റം സംഭവിക്കാം എന്ന് പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ.
ഞാൻ ഇവിടെ അതിനോട് അനുബന്ധിച്ച ഒരു ചോദ്യം ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ നോർത്ത് സെൻറ്റിനെൻ്റൽ ഒരു ഐലൻഡ് ഉണ്ടല്ലോ, ലക്ഷദ്വീപ്, അവിടെ ഇപ്പോൾ ഇനിയും ഒരു ലക്ഷക്കണക്കിന് വർഷങ്ങൾ ഇതുപോലെ തന്നെ അതിനെ ഒഴിച്ചു നിർത്തുകയാണ്. ഉദാഹരണത്തിന് അതിനൊരു സാധ്യതയില്ലെങ്കിൽ പോലും അതിനെ അങ്ങനെ തന്നെ നമ്മൾ ഒരു അങ്ങനെ ഒരു ഇതായിട്ട് റീജിയനായിട്ട് അതിനെ മറ്റുള്ള പുറം ലോകവുമായി സമ്പർക്കമില്ലാതെ അതിനെ തുടരാൻ അനുവദിക്കുക ആണെങ്കിൽ അവിടെയുള്ള ആ ഒരു ചെറിയ പോപ്പുലേഷനിൽ വ്യത്യസ്തമായ പരിണാമം സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ഉണ്ടെന്ന് മാത്രമല്ല, ആ കാലഘട്ടത്തിൽ ഒരു ജീനോമിക് സീക്വൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ചുറ്റുമുള്ള മനുഷ്യരും സെൻറ്റിനലീസ് ഐലൻഡിലുള്ള മനുഷ്യരും തമ്മിൽ പ്രകടമായിട്ടുള്ള വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് കാണാനും പറ്റും. ഒരുപക്ഷെ അവർ സ്റ്റിൽ മേ ബി ഇൻ്റർബ്രീഡബിൾ, അവർക്ക് ഇൻ്റർബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയേക്കും, നിയാണ്ടർത്തൽ ഇൻ്റർബ്രീഡ് ചെയ്തതുപോലെ. കാരണം ആഫ്രിക്കയിൽ നിന്ന് ഈ നിയാണ്ടർത്തൽ അവരുടെ ആൻസസ്റ്റേഴ്സ് സ്പ്ലിറ്റ് ചെയ്തിട്ട് പോലും അതിൻ്റെ ഇടയിൽ 5-6 ലക്ഷം വർഷത്തിൻ്റെ വ്യത്യാസമുണ്ട് ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും മനുഷ്യന് നിയാണ്ടർത്തലും തമ്മിൽ ഇൻ്റർബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പോൾ സെൻറ്റിനലീസ് ഐലൻഡ് ഒരു 5-6 ലക്ഷം വർഷം കഴിയുന്ന സമയത്ത് പ്രകടമായിട്ട് നമുക്കവിടെ പരിണാമം നടന്നത് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ സ്റ്റിൽ ദോസ് പീപ്പിൾ മേ ബി നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, ചിലപ്പോൾ അവർക്ക് ഇൻ്റർബ്രീഡ് ചെയ്യാനും പറ്റുന്നതായിരിക്കും. അങ്ങ് ചില വീഡിയോസിൽ, റെക്കോർഡഡ് വീഡിയോസിൽ, യൂട്യൂബ് വീഡിയോസിൽ പലപ്പോഴും മ്യൂട്ടേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഗ്രൂപ്പിൻ്റെ മ്യൂട്ടേഷൻ എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചതായി കാണപ്പെട്ടു എന്ന് പറയുന്നു. അതേസമയം മ്യൂട്ടേഷൻ ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന, ഒരു ഇൻഡിവിജ്വലിൽ നിന്നും, ഒരു ഇൻഡിവിജ്വൽ ഒരു സെല്ലിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സല്ലേ മ്യൂട്ടേഷൻ, ഒരു ഗ്രൂപ്പിൻ്റെ പ്രോസസ്സ് അല്ലല്ലോ. ഇതിലൊരു ക്ലാരിറ്റി ഇല്ല, ഞാൻ അങ്ങനെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് ഇവല്യൂഷൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പോപ്പുലേഷനുകളാണ്. പോപ്പുലേഷനുകളിലാണ് പരിണാമം സംഭവിക്കുന്നത്. പക്ഷെ പരിണാമം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ മ്യൂട്ടേഷൻ നടക്കണം. അത് ഇൻഡിവിജ്വൽസിലാണ് സംഭവിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഒരിക്കലും അതെനിക്ക് 100% ഉറപ്പായിട്ടുള്ള കാര്യം. അതിൽ തന്നെ വീണ്ടും മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരത്തിൽ ഏതൊരു സെല്ലിനുള്ള മ്യൂട്ടേഷനും അത് മുന്നോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സാധ്യതയില്ലല്ലോ, പെർട്ടിക്കുലർ സെൽസ് മാത്രമല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ സെല്ലിനകത്ത് പലതരത്തിലുള്ള മ്യൂട്ടേഷൻസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈവൻ അത് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, അതുകൊണ്ടാണ് ഈ ഇരട്ട കുട്ടികൾ, അത് ഐഡൻറ്റിക്കൽ ട്വിൻസ് എന്ന് പറയുന്നത് ഒരു സൈഗോട്ട് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് 2 ഇൻഡിവിജ്വൽസ് ആയിട്ട് മാറുകയാണ്. അവർ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് സെയിം DNA ആയിരുന്നു. അവർ സ്പ്ലിറ്റ് ചെയ്ത് 2 മാറുമ്പോഴേക്ക് 2 ബയോളജിക്കൽ സിസ്റ്റം ആയി. ബയോളജിക്കൽ സിസ്റ്റം ആകുമ്പോഴേക്കും അതിനകത്ത് റാൻഡമായിട്ടുള്ള മ്യൂട്ടേഷൻസ് സംഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഐഡൻറ്റിക്കൽ ട്വിൻസ് ആണെങ്കിൽ പോലും അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള DNA വരാനുള്ള കാരണം. നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തെല്ലാം തന്നെ മ്യൂട്ടേഷൻസ്, സെൽസുകൾ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് റാൻഡമായിട്ടുള്ള മ്യൂട്ടേഷൻസ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പോകണമെങ്കിൽ അതൊരു പ്രത്യേക തരത്തിലുള്ള സെല്ലിന് മ്യൂട്ടേഷൻ സംഭവിച്ചാൽ മാത്രമേ സാധിക്കൂ. അതാണ് നമ്മുടെ ഗ്യാമീറ്റ്സ് അഥവാ സെക്സ് സെൽസ് എന്ന് നമ്മൾ പറയുന്ന സ്പേമോ അല്ലെങ്കിൽ ഓവോ. ഇതിനകത്ത് മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിനടുത്ത തലമുറയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. ബാക്കിയുള്ള കോശങ്ങളായിട്ടുള്ള സൊമാറ്റിക് സെൽസിനകത്ത് മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ അതിനടുത്ത തലമുറയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കഴിയില്ല. നമ്മളുടെ ഈ ഭൂമിയിൽ 5ഓളം മാസീവ് എക്സ്റ്റിങ്ഷൻ ഉണ്ടായിട്ടുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇനിയും അതുപോലെ ഒരു വലിയ മാസീവായിട്ടുള്ള എക്സ്റ്റിങ്ഷന് ഭൂമിയിൽ സാധ്യതയുണ്ടോ? ഈ ടെക്നോളജിയൊക്കെ ഇത്രയും ഡെവലപ്പായ ഈ കാലഘട്ടത്തിൽ, അതോ ഈ ടെക്നോളജിയും കവിച്ചുകൊണ്ട് ഇപ്പോൾ ഐസേജ് വന്നിട്ടുണ്ട്, ഉൽക്ക വീണിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു മാസീവ് എക്സ്റ്റിങ്ഷന് അല്ലെങ്കിൽ മനുഷ്യരാശിയെ ഒക്കെ തുടച്ചു തരും, അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? ഒരു ചോദ്യം. പിന്നെ ഒരെണ്ണം, ഈ ഫോസിൽസിൻ്റെ ഇതുണ്ടല്ലോ. ഇപ്പോൾ ഫോസിൽസ് നമ്മൾ കൂടുതൽ ഈ നോർത്ത് അമേരിക്ക അങ്ങനെ ഉള്ള കോണ്ടിനെൻറ്റിൽ നിന്നൊക്കെ കൂടുതൽ കണ്ടെടുക്കുന്നുണ്ട്. നമ്മളെ ഇന്ത്യ അങ്ങനെയുള്ള ഏരിയയിലൊന്നും അങ്ങനെ കാണുന്നില്ല. അപ്പം ഈ ജീവജാലങ്ങൾ എല്ലാ ഏരിയയിലും ഇല്ലായിരുന്നോ, അതോ ഈ ഫോസിൽസ് ഉണ്ടാവാനുള്ളൊരു സാധ്യത ഈ ഏരിയകളിൽ ഇല്ലാത്തതായിരുന്നു അതിന് സാധ്യത, അതോ ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരുന്നു ജീവജാലങ്ങൾ കൂടുതൽ ഉണ്ടായിരുന്നത് ഒരു കാലഘട്ടത്തിൽ? ഫോസിലിൻ്റെ ചോദ്യം ആദ്യം എടുക്കാമെന്നാണ് തോന്നുന്നത്. നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഫോസിലുകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ രാജസോറസ്, നേരത്തെ പറഞ്ഞ ഡൈനസോറിൻ്റെ മുട്ട, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ത്യയിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഫോസിലുകൾ ഇപ്പോൾ ഒരു ജീവി, പ്രത്യേകിച്ച് സോഫ്റ്റ് ബോഡീഡ് ആയിട്ടുള്ള ഒരു ജീവിയാണെന്ന് ഇരിക്കട്ടെ, മണ്ണിര പോലത്തെ ഒരു ജീവിയെ കിട്ടുന്നിരിക്കട്ടെ, ഈ ജീവിക്കൊക്കെ ഫോസിലൈസ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താണ് ഫോസിലൈസേഷൻ എന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പോൾ ഏതെങ്കിലും ഒരു റിവർ ബെഡിൻ്റെ ഒരു നദിക്കരയുടെ ഭാഗത്ത് കിടന്ന ഒരു ജീവി ചത്തുപോവുകയാണെന്നിരിക്കട്ടെ, അവിടെ അതിന് മുകളിൽ പല ലെയറുകളായിട്ട് മണ്ണടിയാനും
ആ മണ്ണിൽ നിന്നുള്ള മിനറലുകൾ ഇതിനകത്ത് ഇപ്പോൾ എല്ലുകളൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് കാൽസ്യം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് റീപ്ലേസ് ചെയ്ത് അതൊരു എന്താ പറയുക, ഒരു കല്ല് പോലെ, അല്ലെങ്കിൽ അങ്ങനെയാണ് ഫോസിലൈസ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ നിമറ്റോഡ് പോലെയുള്ളതോ അല്ലെങ്കിൽ വിരകൾ പോലെയുള്ളതൊക്കെ സഞ്ചരിച്ചിരുന്ന വഴികളെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളൂ. അങ്ങനെയാണ് നമ്മൾ അത് ചില കാര്യങ്ങൾ അനുമാനിക്കുന്നത്. ഇപ്പോൾ ഫോസിൽ എന്ന് പറയുമ്പോൾ ആ ജീവിയുടെ ഇത് തന്നെ കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ സ്കാറ്റ്സ്, പല ജീവിയുടെയും വിസർജ്യങ്ങൾ അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കഴിച്ചിട്ടുള്ളത് എന്താണെന്നുള്ളതിൻ്റെ കാര്യങ്ങൾ പോലും ചിലപ്പോൾ അതിനകത്ത് പ്രിസർവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പം ഫോസിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വസാധാരണ നടക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിന് അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയായിരിക്കണം, അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കണം. അതുപോലെ തന്നെ എല്ലാതരം കല്ലുകളിലും ഫോസിലുകൾ ഉണ്ടാവില്ല. അതിന് പറ്റിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഫോസിലുകൾ ഉണ്ടാവൂ എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം വളരെ ചൂടാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബോഡിയൊക്കെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകില്ലേ. അപ്പോൾ വളരെ പെട്ടെന്നാണെങ്കിൽ വെതറിങ് നടന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്കതിനെ കിട്ടില്ല. അപ്പോൾ അങ്ങനെ പ്രിസർവ് ചെയ്യാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാത്രമായിരിക്കും നമുക്ക് കൂടുതൽ ഫോസിലുകൾ കിട്ടുന്നത്. കൂടുതലും നമ്മുടെ നർമ്മദ വാലി ആ ഒരു പ്രദേശം, ആ ഒരു ബേസിനിൽ നിന്നൊക്കെയാണ് നമുക്ക് ഫോസിലുകൾ ഇവിടെ കിട്ടുന്നത്. അതിൻ്റെ കാര്യം അവിടെ അതിന് അനുയോജ്യമായിട്ടുള്ള ലെയറുകളുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇനി ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു, എക്സ്റ്റൻഷനെ കുറിച്ച്. 6th എക്സ്റ്റൻഷൻ ഉണ്ടോ? ഇപ്പോൾ ഒരു 6th എക്സ്റ്റൻഷൻ ആണ് എന്നാണ് പലപ്പോഴും പല ശാസ്ത്രജ്ഞന്മാരും വിശേഷിപ്പിക്കാറ്. മനുഷ്യൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് പല ജീവജാലങ്ങളും മുമ്പത്തേക്കാൾ വളരെ സ്പീഡിന് എക്സ്റ്റിങ്ക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ. പക്ഷേ താങ്കൾ ചോദിച്ച മറ്റൊരു ചോദ്യമാണ്, അതുപോലത്തെ വലിയ സഡൻ ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്റ്റൻഷൻസ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഇനി ആസ്ട്രോയിഡ്സ് വന്നിടിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വരാം. അപ്പോൾ എല്ലാ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സോ ഒന്നും മനുഷ്യനെ കൊണ്ട് യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ വലിയ സൂപ്പർ മാസീവ് ആയിട്ടുള്ള വോൾക്കാനോസൊക്കെ എക്സ്പ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ആളിനെ മാറ്റി പാർപ്പിക്കാം എന്നല്ലാതെ മറ്റൊന്ന് യഥാർത്ഥത്തിൽ ചെയ്യാനില്ല എന്നുള്ളതാണ്. ഈ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക് ഉണ്ടല്ലോ US-ൽ, അവിടെ ഒരു ആക്റ്റീവായിട്ടുള്ളൊരു വോൾക്കാനോ ഉണ്ട്. അത് 6.5 ലക്ഷം വർഷം കൂടുമ്പോഴാണ് എക്സ്പ്ലോഡ് ചെയ്യുന്നത്. 6 ലക്ഷം വർഷമായി അത് എക്സ്പ്ലോഡ് ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുക. അത് എക്സ്പ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. സിനിമയിലൊക്കെ നത്തിങ് ഡൂയിങ്, ഒന്നും പറ്റത്തില്ല. അമേരിക്കയുടെ നല്ലൊരു ഭാഗം പോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ അത് എർത്തിൻ്റെ ഹിസ്റ്ററിയിൽ ഉള്ളൊരു സംഭവമാണ്. എല്ലാ കാലഘട്ടത്തിലും എന്തെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വരും, നല്ലൊരു ശതമാനം ജീവജാലങ്ങൾ ഇല്ലാതാവും. ഭൂമിയുടെ ഈവൻ 90% തന്നെ ലൈഫ് വാനിഷ്ഡ് ആയി പോയിട്ടുള്ള എക്സ്റ്റിങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പം ഇതുപോലത്തെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ എർത്ത് കേക്കൊന്നും അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വോൾക്കാനോ എക്സ്പ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് ഒന്നും. കുറേ ജീവി എന്തായാലും എക്സ്റ്റിങ്ക്റ്റ് ആവും, അതിനകത്ത് പേടി വേണ്ട. ഈ നമ്മുടെ യുക്കറ്റാൻ പെനിൻസുലയിൽ, അതായത് ഡൈനസോറിനെ എക്സ്റ്റിങ്ക്റ്റ് ആക്കിയ മെക്സിക്കോയുടെ അടുത്ത് കടലിൽ പതിച്ച ആ ഒരു ഉൽക്കയുണ്ടല്ലോ, അപ്പോൾ അത് ഒരു 6 മൈൽ മാത്രം വീതി ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു സാധനം. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളെ നേരിടാനായിട്ട് ഇപ്പോൾ മനുഷ്യൻ്റെ ടെക്നോളജി കുറച്ച് വളർന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ നാസയുടെയൊക്കെ ഡാർട്ട് എന്ന് പറഞ്ഞ മിഷനൊക്കെ കേട്ട് കാണും. അപ്പോൾ അതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഇവിടെ നിന്ന് ഇരുന്ന് കൊണ്ട് തന്നെ, കാര്യം ഇപ്പോൾ ആകാശത്തുള്ള വസ്തുക്കളെ കാണാനായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ടെലിസ്കോപ്പ് ഉണ്ട്. അതിൻ്റെ ആ പാത്ത്, പ്രൊജക്ടൈലിൻ്റെ പാത്ത് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഏത് വഴി വന്നു കഴിഞ്ഞാൽ ഭൂമിയിൽ പ്രശ്നമായിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ അതിനെ ചെറുതായിട്ടൊന്ന് ഡിഫ്ലക്റ്റ് ചെയ്യാനൊക്കെ നമുക്കിന്ന് സാധിക്കും. മറ്റേ ആർമഗഡനിലോ അല്ലെങ്കിൽ വേറെ ഏതോ ഒരു സിനിമയുണ്ട്, അപ്പോൾ അതിനകത്ത് ഡീപ്പ് ഇമ്പാക്റ്റ് പോലെയുള്ള സിനിമകളിലൊക്കെ കാണിക്കുന്ന പോലെ നമുക്കിന്ന് അതിനകത്ത് പോയി ഡ്രില്ല് ചെയ്യുകയോ കുഴിക്കുകയോ അതിനകത്ത് കൊണ്ടുപോയി ബോംബ് വയ്ക്കുകയൊന്നും വേണ്ട. അത് സിനിമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഒരു കാര്യത്തിനുള്ള പരിഹാരം മാത്രമേ ഉള്ളൂ. വോൾക്കാനോയ്ക്കെതിരെ നമുക്ക് ഒരുപക്ഷെ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ എക്സ്റ്റിങ്ഷൻ വളരെ പലരും പറയാറില്ല, ഈ സുനാമി വന്നപ്പോൾ ഈ ജീവികളൊക്കെ നേരത്തെ മുൻകൂട്ടി അറിഞ്ഞ് ഓടിപ്പോയി എന്ന്. എനിക്ക് തോന്നുന്നു ഇനി ഒരു സീസ്മിക് ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ ഒരു വലിയ വോൾക്കാനോ ഇറപ്ഷനോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ വളരെ നേരത്തെ നമുക്ക് നോക്കിയിരിക്കുകയും ആ പ്രഡിക്ഷൻ നമുക്ക് വളരെ നേരത്തെ തന്നെ നമ്മൾ എക്സ്റ്റിങ്ക്റ്റ് ആവുന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള കഴിവുള്ള ഒരു ജീവിയായി മനുഷ്യൻ മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. അതാണ് അതിനകത്തുള്ളൊരു കാര്യം. കുരങ്ങിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടായത് പറയുന്നത് അല്ലേ? അങ്ങനെ പറയുമ്പോൾ ഇത്രയും കാലമായിട്ട് മനുഷ്യൻ്റെ രൂപത്തിലായിട്ട് വർഷങ്ങളായല്ലോ. ഇനിയും ഈ മനുഷ്യന് ഒരു മാറ്റം സംഭവിക്കുമോ എനിക്കറിയാം. വേറൊരു ജീവിയായിട്ട് മനുഷ്യൻ മാറോ? ഒരു ചോദ്യം. പിന്നെ ഈ മനുഷ്യനല്ലാതെ മറ്റു ജീവികളിൽ മനുഷ്യനെ പോലെ ഇങ്ങനെ പരിണാമം നടന്നതായി പറയുന്നുണ്ടോ? ഉദാഹരണം ആന, കുതിര, ഈ ഇത്തരം ജീവികൾക്ക് മുമ്പ് ഇന്ന ജീവി, ഇപ്പോൾ കുരങ്ങിൽ നിന്നാണ് മനുഷ്യൻ എന്ന് പറയുന്ന പോലെ ഈ ആനയും കുതിരയും ഉണ്ടായത് ഇന്ന ജീവിയിൽ നിന്നാണ് അവർ മുൻഗാമികളെന്ന് പറയുന്നുണ്ടോ എന്ന് എനിക്കറിയുന്നു. അല്ല, ഈ കുരങ്ങിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടായത് എന്ന് പറഞ്ഞിട്ടില്ല. മനുഷ്യൻ കുരങ്ങ് തന്നെയാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്.
ഈ സിമിയൻസിനെയാണ് നമ്മൾ സാധാരണ അല്ലെങ്കിൽ സിമിയ ഫോംസിനെയാണ് നമ്മൾ കുരങ്ങന്മാരെന്ന് പറയുന്നത്. നമ്മുടെ അമ്പലപ്പറമ്പിൽ കാണുന്ന കുരങ്ങൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യനെന്ന് പറയുന്നത് ഒരു ഓൾഡ് വേൾഡ് മങ്കിയാണ്. ഓൾഡ് വേൾഡ് മങ്കിയെ നമ്മൾ വിശദീകരിക്കാനായിട്ട് പറയുന്ന എല്ലാ കാര്യങ്ങളും, ഫ്ലാറ്റ് നെയിൽസ്, ഡെൻറ്റൽ ഫോർമുല 3-1-3-2-3 എന്ന് പറയുന്ന ഡെൻറ്റൽ ഫോർമുല, ഇതൊക്കെ നമുക്കുണ്ട്. ഡൗൺവേർഡ് ഫേസിങ് നോസ്, അതായത് താഴോട്ടിരിക്കുന്ന മൂക്ക്. മനുഷ്യൻ ഒരു ഏപ്പാണ്, മനുഷ്യനൊരു കുരങ്ങാണ്, അതിനകത്ത് യാതൊരു തർക്കമില്ല. ഇനി രൂപത്തിനകത്ത് വ്യത്യാസം വരുമെന്ന്, ഇപ്പോൾ രൂപത്തിനകത്ത് വ്യത്യാസം വരുന്നുള്ളതിൽ യാതൊരു തർക്കമില്ലോ. നിങ്ങളുടെ അച്ഛനെയോ അമ്മയോ പോലെയല്ല നിങ്ങളിരിക്കുന്നത്, തീർച്ചയായിട്ടും വ്യത്യാസം വന്നിട്ടുണ്ട്. ഓരോ തലമുറ കഴിയുന്തോറും മോർഫോളജിക്കലായിട്ട് ശാരീരികമായി തന്നെ ചേഞ്ച് വരുന്നുണ്ട്. അതെന്ന് നമുക്ക് ഇന്ന് കാണുന്ന ഒരാളെയും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ആർക്കൈക്ക് ആയിട്ടുള്ള ഒരു ഹ്യൂമനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അതിനകത്ത് വ്യത്യാസങ്ങളുണ്ടാവും. ഈ വ്യത്യാസങ്ങൾ വലുതായി കുറേ കാലം കഴിയുമ്പോൾ, ഇപ്പോൾ ഒരു 20 ലക്ഷം വർഷം അല്ലെങ്കിൽ 1 കോടി വർഷം കഴിഞ്ഞിട്ട് മനുഷ്യൻ്റെ ബാക്കി ഉള്ള ജീവിവർഗ്ഗങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ടൈം ട്രാവൽ ചെയ്ത് വന്ന് ഇന്നുള്ളൊരു ജീവിയായിട്ട് മേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല, ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മനുഷ്യൻ ഇനി അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മൾ ഈ എന്താ പറയുന്നത്, ഈ ഫിനോട്ടിപ്പിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ശരീരത്തിനകത്ത് പ്രകടമായി കാണുന്ന വ്യത്യാസങ്ങളല്ലേ താങ്കൾ പരിണാമം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. അത് മാത്രമല്ല, കുറേ കാലം കഴിയുമ്പോഴത്തേക്കും ശാരീരികമായിട്ടുള്ള അപ്പിയറൻസും കാര്യങ്ങളും എല്ലാം തീർച്ചയായിട്ടും മാറും എന്നുള്ളതിൽ തർക്കം വേണ്ട. ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഇപ്പോൾ മനുഷ്യൻ ഇന്ന് അങ്ങോളം ഇങ്ങോളം പറന്നു കിടക്കുന്ന ഒരു ജീവിയാണ്. ഇന്ന് ഇന്ത്യക്കാരന് വേണമെന്നുണ്ടെങ്കിൽ ഒരു 10-20 മണിക്കൂർ കൊണ്ട് നമ്മുടെ ഭൂമിയുടെ അപ്പുറത്തെ സൈഡിലെത്താം, അവിടെ ഉള്ള ഒരാളുമായിട്ട് ഇണചേരാം, അടുത്ത തലമുറ ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യുന്നതുകൊണ്ട് ഒരുപക്ഷെ നമ്മൾ ഇന്ന് കാണുന്ന എത്നിക്കായിട്ടുള്ള ഡിഫറൻസുകൾ, സ്കിന്നിലും അതുപോലെ ഇതിനകത്തുമൊക്കെ കാണുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ പോലും ആവാനാണ് സാധ്യത എന്നാണ് ചില പ്രഡിക്ഷൻസ് പറയുന്നത്. എന്നിട്ട് കാലത്തിനനുസരിച്ചിട്ട് ഗ്രാജുവൽ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ വരികയും ചെയ്യാം. അതാണ് അതിനുള്ള ഒരു ഉത്തരം. ജീവപരിണാമം, മതദൈവങ്ങളുടെ ശവപ്പറമ്പ് എന്ന ഈ ഒരു സെഷൻ നമ്മളെല്ലാവരും വളരെയേറെ ആസ്വദിച്ചു എന്ന് കരുതട്ടെ. ഇവിടെ സമാപിക്കുന്നു. സന്തോഷം. Thank you very much. Thank you. Thank you all. I request Praveen V. Kumar, Treasurer Essence Global, to present a memento to Mr. Chandrasekhar Ramesh. Now I request Sajit Lal on behalf of Thrissur Essence Global to present a memento to Krishna Prasad. Now I request Varsha Unni on behalf of Essence Global Malappuram to present a memento to Mr. Jamshed KK.